നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു ഭാഗത്തെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 തൊട്ടിട്ട് 19 വരെയുള്ള വാക്യങ്ങളെ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥന എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അവിടെ 14-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ തവണ പറയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതുനിമിത്തം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഏത് നിമിത്തമാണ് എന്നൊരു ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. അത് നിമിത്തം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തെ അതിൻ്റെ 1-ാമത്തെ വാക്യമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയും പറയുന്നു അതു നിമിത്തം പൗലോസ് എന്ന ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 2:22 പറയുന്ന ഒരു കണ്ടിന്യൂവേഷനാണ് ഇനി പറയുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. അപ്പോൾ ആത്മാവിൽ ഒന്നിച്ച് പണിത് വരുന്നു അതു നിമിത്തം എന്ന് പറഞ്ഞിട്ടാണ് 3-ാം അധ്യായം തുടങ്ങുന്നത്. പക്ഷേ ആ 1-ാമത്തെ വാക്യം പ്രിയമുള്ളവരൊന്ന് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൗലോസ് എന്ന് പറയുന്ന ആ മനുഷ്യന് ആ ഒരു കാര്യം അവിടെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കാര്യത്തെ, ആ പറഞ്ഞു വന്ന കാര്യത്തെ വീണ്ടും കണക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ട് കുത്തുന്നു. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷമായിട്ട് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ 15-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 14-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ താഴ്മ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൈവത്തിനോടുള്ള ആ ഒരു കാര്യങ്ങളെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷമായിട്ട് നമ്മൾ അവിടെ കഴിഞ്ഞ തവണ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നമ്മളെല്ലാം 15-16 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, കർത്താവിൻ്റെ ആ ഒരു ഫാമിലിയെക്കുറിച്ചുള്ള ബന്ധത്തിൽ അവിടെ പറഞ്ഞ് വരുന്നൊരു ഭാഗം. അതിനെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷമോട് 16-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു ശക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് ആ ഒരു രീതിയിലാണ് വന്നത്. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. ഞാൻ അവിടെ നിന്ന് ഒന്നുകൂടി ആ കാര്യം റീസ്റ്റാർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളിൽ ഇന്ന് ശക്തിയുണ്ടോ പ്രിയമുള്ളവരെ? ശക്തിയുണ്ടോ എന്നുള്ളൊരു സംശയമായിരിക്കും അല്ലേ? പക്ഷേ ശക്തി ഉണ്ടാകണം. ആ ശക്തിയാണ് നമ്മളിലെ ഏത് സാഹചര്യത്തെയും നേരിടാൻ പ്രാപ്തമാക്കുന്നത്. ആ ശക്തിയെക്കുറിച്ച് ഇന്ന് കർത്താവ് അനുവദിച്ചാൽ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു ക്ലാസ്സായിട്ട് മാത്രം ഇന്നത്തെ കാണരുത്. ഇന്നത്തെ ക്ലാസ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് മാറും. അത് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ശക്തിയെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? ശക്തി വ്യക്തിയിലോട്ട് വരുമ്പോൾ വ്യക്തി ശക്തിയാകും. പറയാൻ പറ്റൂ? ശക്തി വ്യക്തിയിലോട്ട് വരുമ്പോൾ വ്യക്തി ശക്തിയാകും. ഒന്ന് പറയാൻ പറ്റുമോ? ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ? ശക്തി അപ്പോൾ ആദ്യം എവിടെ വരണം? നമ്മളിൽ വരണം. നമ്മളിൽ വരുമ്പോൾ നമ്മളിലെ വ്യക്തി എന്തായി മാറും? ശക്തിയായിട്ട് മാറും. അപ്പോൾ ശക്തിയാകാൻ തയ്യാറാണോ? ശക്തിയാകാൻ തയ്യാറാണെങ്കിൽ എന്നെ ശക്തിയോടെ ദൈവവചനം നമ്മളോട് ഇടപെടും. ശക്തിയോടെ ദൈവവചനം ഇടപെടുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആ ദൈവവചനം ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിലിരിക്കുമ്പോഴും മറ്റ് രാജ്യങ്ങളിലിരിക്കുമ്പോഴും ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മളിരിക്കുന്ന റൂമിനകത്ത്, നമ്മളിരിക്കുന്ന സാഹചര്യത്തിനകത്ത്, നമ്മളായിരിക്കുന്ന മേഖലയുടെ അകത്ത് വെളിപ്പെടും. എനിക്കിന്ന് കൃത്യമായൊരു ബോധ്യമുണ്ട്. ഞാൻ ജെയിനാൻറ്റിയെ വിളിച്ചപ്പോൾ ഇന്നൊരു കാര്യം പറഞ്ഞു, കർത്താവിൻ്റെ ദാസ് ഇന്നത്തെ സെക്ഷൻ ഒരു പ്രത്യേക സെക്ഷനാണ്. ആ സെക്ഷൻ ഞാൻ എഴുതി വെച്ച കാര്യമില്ല, ഞാൻ ആ നോട്ട് പ്രിപ്പയർ ചെയ്യിച്ച് ഈ ഒരു കാര്യത്തിലൂടെ കടക്കുന്ന സമയത്ത് ദൈവാത്മാവ് ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ചൊരു കാര്യമാണ്. ആ 16-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രിയമുള്ളവരെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കണം. കർത്താവ് ഈ ക്ലാസ്സിലോട്ട് കടക്കുന്ന സമയത്ത് ശക്തിയില്ലാത്ത ചില വിഷയങ്ങൾ, കർത്താവ് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളില്ല, എനിക്ക് മാനുഷികമായിട്ട് നോക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനുശേഷമായിട്ട് നമ്മൾ അതിൻ്റെ 17-ാമത്തെ വാക്യത്തെക്കുറിച്ച് ചിന്തിച്ചു. 17-ാമത്തെ വാക്യത്തിൽ 2 ഭാഗമുണ്ട്. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പോവുക. 17-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. അപ്പം നമ്മൾ അന്ന് എന്തോ പറഞ്ഞത്? ക്രിസ്തു എവിടെ വസിക്കണം? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മറ്റൊരാൾക്ക് വിഷയം വരുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കണം എന്ന് പറയത്തില്ലേ? ആന്നോ? മറ്റൊരാൾ തകർന്നിരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരണമെന്ന്? നമ്മുടെ വിഷയത്തിൽ ക്രിസ്തു ഉള്ളിൽ വന്നിട്ടുണ്ടോ?
നമ്മുടെ വിഷയത്തിൽ ക്രിസ്തു ഉള്ളിൽ വന്നിട്ടുണ്ടോ? ക്രിസ്തു ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാന്നൊരു ബോധ്യം ഉണ്ടാകും. ക്രിസ്തു ആരാന്നൊരു എന്നിട്ട് പറയുക, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അപ്പോൾ ഇന്ന് അടുത്ത സെക്ഷനോട് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട രണ്ടാമത്തെ പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥന ശക്തി വെളിപ്പെടണം, രണ്ടാമത്തെ പ്രാർത്ഥന ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇന്ന് വരണം. അവിടെ നിന്ന് ഞാനൊരു കാര്യം പറയാം, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രശ്നത്തിന് ഉത്തരവായി. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന ആ പ്രശ്നത്തിന് ഉത്തരവാണ്. അടുത്തൊരു കാര്യം ഞാൻ അതുപോലെ കണക്ട് ചെയ്ത് പറയാൻ പോവാം. എന്നിട്ട് നമ്മൾ ആ 17ാമത്തെ വാക്യത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന്, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അത് വിശ്വാസ നിമിത്തമാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷമായിട്ട് അത് എങ്ങനെ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അവിടെ നിർത്തിയപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? ചെറിയൊരു കൺഫ്യൂഷൻ പോലെ ചില മേഖലകളിൽ വന്നിട്ടുണ്ടാകുക. എന്ന് പറഞ്ഞാൽ അമേൻ സ്വരം ചെയ്യുന്ന അവിടെ പറയുന്ന സ്നേഹവും അടിസ്ഥാനവും എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഴം എന്ന് പറയുന്ന ഒരു കാര്യം സ്നേഹത്തിൻ്റെ വേരൂന്നി. അപ്പോൾ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വേര് ആഴ്ന്ന് ഇറങ്ങുമ്പോൾ ആ വൃക്ഷം കാറ്റത്ത് അല്ലെങ്കിൽ മഴയത്ത് വീഴാനുള്ള സാധ്യത കുറവാണ്. ഒരു ചെടിയാണെങ്കിൽ കാറ്റടിച്ചാൽ വീഴും കേട്ടോ. വിശ്വാസ ജീവിതത്തിൽ ചില കാറ്റുകൾ അടിച്ചപ്പോൾ നമ്മൾ ചെറിയ ചെടിയായപ്പോൾ നമ്മൾ വീണുപോയി. പക്ഷെ ക്രിസ്തുവിൽ പക്വതയുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി എന്ന് പറഞ്ഞാൽ ചില വേരുകൾ ഇന്ന് ദൈവം മുളപ്പിക്കാൻ പോവുക. ചില വേരുകൾ ദൈവം ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ചില ഹൃദയങ്ങളിൽ ചില കുടുംബങ്ങളുടെ അകത്ത് മുളപ്പിക്കും. അതിൻ്റെ ഒരു കാര്യം കൃത്യമായ എനിക്കൊരു ബോധ്യമുണ്ട്. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, വേരൂന്നിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അടിസ്ഥാനപ്പെട്ടവരായി. വേര് ഉറയ്ക്കുമ്പോൾ ചിലത് ഉറയ്ക്കും. മനസ്സിലായോ? വേര് ഉറയ്ക്കുമ്പോൾ ചിലത് ഉറയ്ക്കും. ചില സമയത്ത് ചെറിയ കാറ്റ് വരുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വേരിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേര് ഉറച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് പറയാൻ പറ്റും, കർത്താവേ നന്ദി, ചെറിയ കാറ്റിന്, ചെറിയ ചോദ്യങ്ങൾക്ക് നന്ദി, ചെറിയ പ്രതികൂലങ്ങൾക്ക് നന്ദി. അത് വലിയ കാറ്റാകത്തില്ല കേട്ടോ. ഒരു കാര്യം ആത്മാവിൽ ഞാനൊരു കാര്യത്തെ പറയാം, ചെറിയ കാറ്റ് അത് വലിയ കാറ്റാകില്ല, വലിയ കാറ്റാകത്തില്ല. ഇന്ന് പറ, അത് വലിയ കാറ്റാകത്തില്ല. അതെൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതലാകും. ഒരു കാര്യം കൂടെ ഞാൻ അവിടെ നിന്ന് ചേർത്ത് പറയാം. കാറ്റ് അമേൻ സ്വരം ചെയ്യുന്നു. ആ കാറ്റ് അടിച്ചപ്പോൾ അതിൻ്റെ നേരെ ഒരു കാറ്റടിപ്പിച്ച ദൈവമുണ്ട്. ചില വിഷയങ്ങൾ അങ്ങനെ കേട്ടോ, കാറ്റടിക്കും, അതിന് നേരെ ദൈവം കാറ്റടിക്കും. ഇന്ന് രാത്രികാലം കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഒരു ഭാഗത്തോട് ഞാൻ കടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ആത്മനിയോഗത്തിൽ ഞാനൊരു കാര്യം പറയാം. ചില കാറ്റുകൾ നമ്മളെ തകർക്കാനല്ല, അത് നമ്മൾ വേരുറപ്പിക്കാനാണ്. ചില കാറ്റുകൾ നമ്മുടെ വേരുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ പറയുന്ന കാര്യമുണ്ട്, റൂട്ടഡ് ലൈക്ക് എ ട്രീ എന്ന് പറഞ്ഞാൽ വേരൂന്നണം. ഇന്ന് ക്രിസ്തുവിൽ നമ്മൾ വേരൂന്നിട്ട് ഇതെന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുന്ന ചില വിഷയത്തിനകത്ത് മറുപടികൾ നമ്മൾ കാണും. അവിടെ എന്നിട്ട് അടുത്ത കാര്യം പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അടിസ്ഥാനം ഉണ്ടാകണം. അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് ക്രിസ്തുവാകുന്ന അടിസ്ഥാനമാകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് അടുത്തൊരു വാക്ക് 18ാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീതി, നീളം, ഉയരം, ആഴം. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. വീതി എന്ന് പറയുമ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വൈഡാകണം. ഇന്ന് രാത്രികാലം ഒരു കാര്യം ഞാൻ അന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ദൈവം പരിമിതിയിൽ വസിക്കുന്നവനല്ല, ദൈവം പരിധിയിൽ വസിക്കുന്നവനല്ല. എൻ്റെ ദൈവം, എനിക്ക് ബോധ്യമുണ്ട്, എൻ്റെ ദൈവം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ചിലതിന് വിശാലമാക്കും, പറയാൻ പറ്റുമോ? വീതി. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ മനുഷ്യരോടുള്ള ബന്ധത്തിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചത്. പക്ഷെ ഞാനൊരു കാര്യം പറയുക, മനുഷ്യരോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ദൈവം നമ്മളോടുള്ള ബന്ധത്തിലും ആ വിശാലത വർദ്ധിപ്പിക്കാൻ പോവുക. യബേസ് നമുക്കറിയുന്നതാണ്, അദ്ദേഹം വ്യസനപുത്രനാണ്. പക്ഷെ അദ്ദേഹം പറയുക, കർത്താവെ എൻ്റെ അതിർത്തി അങ്ങ് എന്ത് ചെയ്യണം? വിശാലമാക്കണം. അവിടെ കൊടുത്തേക്കുന്ന ഒരു വാക്ക് എൻലാർജ് മൈ ടെറിട്ടറി എന്ന് പറ. ചിലത് വിശാലമാകും, ചിലത് വിശാലമാകുമെന്ന്. ആകത്തില്ലെന്ന് പറയുന്ന വിഷയം ഇന്ന് ആകും. ടെറിട്ടറി വിശാലമാകുമെന്ന് പറഞ്ഞാൽ ദൈവം അതിൻ്റെ വീതി കുറച്ചുകൂടെ കൂട്ടും. അവിടെ ഞാൻ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയാം, ചിലതിനെ നമ്മൾ ചേർത്ത് പിടിക്കുവാനുള്ള ചിന്തകൾക്ക് എന്ത് ചെയ്യണം? വീതി കൂടണം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ
അമേൻസുറും അടുത്തൊരു കാര്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അമേൻസുറും അതിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ട് നീളം ഇന്ന് രാത്രികാലം പറയാൻ പറ്റൂ. അത് കഴിഞ്ഞ തവണ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യസ്തമായി പറയാം. കർത്താവിനോടുള്ള നമ്മുടെ നീളം കൂട്ടാൻ പറ്റൂ. ഇന്ന് കർത്താവിനോടുള്ള നീളം കൂടുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി കൂടും കേട്ടോ. നീളം കൂടുവാണെങ്കിൽ ഇന്ന് ദൈവപ്രവൃത്തി കൂടും എന്ന് പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ആ ക്രിസ്തുവിലോട്ട് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ലയിച്ച് ചേരുമ്പോൾ അമേൻ സ്തോത്രം ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞത്, ചില കാറ്റുകളുടെ മതി ഇന്ന് ദൈവം വഴി തുറക്കും. ചില കാറ്റുകളുടെ മതി ദൈവം വഴി തുറക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പ്രിയ വാത്സല്യ ജേനിയാനിയുടെ ഭവനത്തിൽ പോകാൻ കർത്താവ് ഇടയാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാനിവിടെ കൊല്ലത്ത് ഒരു സ്ഥലത്തുള്ളത്. അന്ന് ദൈവാത്മാ അവിടെ വിട്ടൊരു കാര്യം, എഫദ എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് തുറന്നു വന്നാൽ അത് കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ എഫദ തുറന്നു വരണം. തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ എലിസബത്ത് ആൻറ്റി? ചില വിഷയങ്ങളൊക്കെ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? തുറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇന്ന് പറ, കർത്താവേ നീളം ഒന്ന് കൂട്ടാൻ ഞാൻ തയ്യാറാണ്, വീതി ഒന്ന് കൂട്ടാൻ ഞാൻ തയ്യാറാണ്. ഒരു കാര്യം, ഒരു നദി ഒലിച്ചു വരുമ്പോൾ പ്രിയമുള്ളവരെ അതിൻ്റെ വീതി നീളം കുറച്ച് കൂട്ടിയാലോ വിശാലമാകും. ഇന്ന് നമ്മുടെ ചില വിഷയങ്ങൾ വിശാലമാകും. അത് ആത്മാവിൽ ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുക. ചില വിഷയത്തിനകത്ത് നീളം കൂടും, ചില വിഷയത്തിനകത്ത് വീതി കൂടും. അതിൻ്റെ അടുത്ത ഭാഗം അതിൻ്റെ ഉയരവും കൂടും എന്ന് പറഞ്ഞാൽ വീതിയും നീളവും കൂടുമ്പോൾ അതിൻ്റെ ഉയരം കൂടുമെന്ന് പറഞ്ഞാൽ ആ ഉയരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ഉയരം കൂടണം. നമ്മളെന്നുള്ള ഭാവമല്ല, ദൈവസന്നിധിയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉയരം കൂടണം. അപ്പോൾ ചോദ്യം, ദൈവസന്നിധിയിൽ നമ്മുടെ ഉയരം കൂടിയ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഹാഗർ എന്ന് പറയുന്ന ആ സഹോദരി, അവള് അമേൻ സ്വർണ്ണം പണ്ട് ഈ വീട്ടിൽ നിന്ന് പോയ സമയത്ത് എൽറോയി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അതിനെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്കാണ് എൽറോയി എന്ന് പറഞ്ഞാൽ. നാട്ടുകാർ പറഞ്ഞാൽ എന്തുവാ? അവൾ ഇവിടുന്ന് സ്ഥലം വിടാനുള്ള പരിപാടിയാ, ഇനി അവൾക്ക് ജീവിതമില്ല എന്നാ, അവസാനിച്ചു എന്നാ, നിന്ന. പക്ഷെ എൽറോയി ദൈവം കണ്ട എന്താണെന്നറിയാമോ? നിന്നയല്ല, വാഗ്ദത്വം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ചില വിഷയത്തിനകത്ത് ദൈവം കാണും. അപ്പോൾ ഉയരം കൂടും. ഈ പണ്ടൊരു പരസ്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരസ്യമാണ്. ഉയരം കൂടുന്തോറും ചായയുടെ രുചി മാറുമെന്ന പരസ്യം. അന്ന് ദൈവാത്മാ എന്നോട് പറഞ്ഞു, നമ്മുടെ പ്രശ്നങ്ങൾ കൂടുന്തോറും ദൈവം നമ്മൾ പ്രവർത്തിക്കുവാനുള്ളതും കൂടും. പറയാൻ പറ്റൂ ഒരു കാര്യം, അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറയാം. ഇതൊരു വചന ക്ലാസ് ആണെങ്കിലും ദൈവാത്മാ ഇടപെടുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. മരുഭൂമി പോലെ ഇന്ന് ചില വിഷയങ്ങൾ തോന്നുന്നുവെങ്കിൽ, പ്രശ്നമായ ചില വിഷയങ്ങൾ ഇന്ന് തോന്നുന്നുവെങ്കിൽ, പുറത്തു വരാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, ഉത്തരം ആ മരുഭൂമി നമ്മൾ കടക്കാൻ പോവുക. പോവുകയെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ മരുഭൂമി ഞാൻ കടക്കാൻ പോവുക. എൻ്റെ മരുഭൂമിയിൽ ഞാൻ ഉയരം വർദ്ധിപ്പിക്കുക. എൻ്റെ മരുഭൂമിയിലല്ല ഒറ്റപ്പെടുന്നത്. ഈ മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടക്കുക, മരുഭൂമിയാണ്. അദ്ദേഹം പറയുക വിശ്വാസത്തിൻ്റെ നീതി ഉയരം, അല്ലെങ്കിൽ അവിടെ പറയുന്ന കാര്യം എങ്ങനെയാണ്? ആ ഒരു കാര്യം ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുക. നമ്മുടെ മരുഭൂമിയിൽ ഒരു കാര്യം, ഒരു ദൂതായിട്ട് ഞാൻ പറയട്ടെ, ഇത് ഞാൻ എഴുതി വെച്ച കാര്യമല്ല. മരുഭൂമിയുടെ നീളവും വീതിയും അത് ഉയർന്ന അവിടെ എന്താവും? വഴിയാവും. ആകുമോ? മരുഭൂമിയിൽ അതിൻ്റെ വീതിയും നീളവും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അതെന്തുവാകും? വഴിയാകുമെന്നേ. ചില വിഷയം വഴിയാകും കേട്ടോ. അത് അടുത്തൊരു മേഖലയിലൂടെ കണക്ട് ചെയ്യാനുള്ളൊരു ലിങ്കായത്. ചില വിഷയങ്ങൾ ഇന്ന് അമേൻ പറഞ്ഞു അവിടെ കാണുന്ന കാര്യം ഇങ്ങനെ. അടുത്തത് അവിടെ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്ന്, വൈഡ് ദൈവത്തിലോട്ടുള്ള നമ്മുടെ ആ ഒരു ആഴം എന്താകണം? വിശാലമാകണം. 2 അമേൻ സുറിഞ്ഞുന്ന അടുത്തൊരു വാക്ക് എന്ന് പറഞ്ഞാൽ അമേൻ സുറിഞ്ഞുന്ന അതിൻ്റെ വീതി വിശാലമാകണം, നീളം കുറച്ചും കൂടെ വിശാലമാകണം, ഉയരം ആ ദൈവിക ബന്ധത്തിൽ കുറച്ചും കൂടെ കയറണം. അതിൻ്റെ അടുത്ത വാക്ക് ആഴം. പത്രോസ് ആഴത്തിലോട്ട് വലയിട്ടപ്പോഴാ ആഴത്തിലാണോ പ്രിയമുള്ളവരെ? അതിൽ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ പത്രോസ് വലയിടുന്നതിന് മുമ്പ് അവൻ എവിടെയായിരുന്നു? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? പത്രോസ് വല ഇടുന്നതിന് മുമ്പ് അവൻ എവിടെയായിരുന്നു? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. നമ്മൾ ആ ഒരു കാര്യത്തെ അടുത്ത ഈ ഒരു സെക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തോടെ എനിക്ക് കണക്ട് ചെയ്യണം. പറയാൻ പറ്റും? പത്രോസ് വലയിടുന്നതിന് മുമ്പ് പത്രോസ് എവിടെയാണ്? പത്രോസിനെ അറിയാവോ? അറിയാം. പത്രോസ് എവിടെയായിരുന്നെന്ന് അറിയുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അവൻ കരയോടടുത്ത
അപ്പോൾ കരയോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് പക്ഷെ കർത്താവ് അവനോട് പറയുക, ഇനി ആ വാക്യമൊന്ന് നമുക്ക് വായിക്കാം, അവിടെ ചില കാര്യങ്ങൾ കർത്താവിന് ഇന്ന് തെളിയിക്കാനുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ഇതുമായിട്ട് ഭയങ്കര കണക്റ്റിംഗ് ആകട്ടോ, അത് അടുത്ത വാക്യോട് ഭയങ്കര ലിങ്കാണ് എന്ന് പറഞ്ഞാൽ 5-ാം അധ്യായത്തിൽ പറയുക, അവരങ്ങനെ നിന്നപ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യം കണ്ടോ, ആ പടകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് പറഞ്ഞു. അവൻ കരയിൽ നിന്ന് നീങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണേ, അപ്പോൾ കർത്താവ് ആഴത്തിലോട്ട് വലയിടാൻ പറഞ്ഞത് എവിടെ നിന്നിട്ടാ? കരയിലിരുന്നിട്ടല്ല, കുറച്ചുകൂടെ നീക്കണം, കുറച്ചുകൂടെ നീങ്ങണം, എന്നാലേ വലയിടാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ നീക്കണം കേട്ടോ. ആ ഒരു കാര്യത്തെ ഞാൻ ആത്മാവിലൊരു കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാം. ആ നീക്കി കഴിഞ്ഞപ്പോൾ അവിടെ പുരുഷാരുമില്ല, അവൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞാൽ ചില വിഷയത്തിനകത്ത് കർത്താവിന് നമ്മൾ ഒറ്റയ്ക്ക് കിട്ടണം. ചില വിഷയത്തിനകത്ത് കർത്താവിന് നമ്മൾ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവിടെ നമ്മൾ ആഴം അറിയും, വീതി അറിയും, നീളം അറിയും. മുങ്ങിത്താഴുമ്പോൾ കൈ അടിക്കത്തില്ലേ? മുങ്ങിത്താഴുമ്പോൾ കൈ അടിക്കും. പക്ഷെ ഇന്ന് കർത്താവ് പറയുക, കൈ അങ്ങനെ ആ രീതിയിലോട്ടല്ല, ആഴത്തിലോട്ട് ഇന്ന് നമ്മൾ വലയിടാൻ പോവുക. വിശ്വാസത്തിൻ്റെ വല ആഴത്തിലോട്ട് ഇടുമ്പോൾ ഒരു കാര്യം അവൻ പറയുക, നാഥാ കഴിഞ്ഞ രാത്രി മൊത്തം ഞങ്ങൾ അധ്വാനിച്ചാന്നേ, മക്കളോട് ഞാൻ പറഞ്ഞാന്നേ, പപ്പ വരുമ്പോൾ സംഭവമൊക്കെയാണ് വരാമെന്ന്. പുള്ളി പറയുക, നാഥാ ഇന്നലെ രാത്രി മൊത്തം അധ്വാനിച്ചേ, പക്ഷെ ഒന്നും കിട്ടിയില്ല. വാക്ക് അടുത്തത്, എങ്കിലും നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാമെന്ന്. അപ്പോൾ ചോദ്യം, നിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന് പറയുമ്പോഴും അവിടെ മീനിനെ കാണുന്നില്ല. മീനിനെ കാണുമെങ്കിൽ ആഴത്തിലോട്ട് ഇടണം. കാണാത്ത കാര്യങ്ങൾ ഇന്ന് ആഴത്തിൽ വലയിടും. നമ്മുടെ കാണാത്ത കാര്യത്തിൽ ഇന്ന് നമ്മൾ ആഴത്തിൽ വലയിടാൻ പോവുക. കാണാത്ത കാര്യങ്ങളെ ആഴത്തിൽ വലയിടുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താ? നാഥാ ഇന്നലെ വരെ ഞങ്ങൾ നോക്കി, നടന്നില്ല. ഇന്നലെ വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, നടന്നില്ല. പക്ഷെ നിൻ്റെ വാക്കിന് നിൻ്റെ വാക്കിന് ഞങ്ങൾ ആഴത്തിലോട്ട് വിശ്വാസത്തിൻ്റെ വലയിടാൻ പോവുക. ആഴത്തിലോട്ട് എന്ന് പറഞ്ഞാൽ ആർക്കും കാണാൻ പറ്റാത്തത്, ആർക്കും എടുക്കാൻ പറ്റാത്തത്. ആ ആഴം കൂടുന്തോറും നമ്മുടെ വിഷയത്തിൻ്റെ വേഗതയും കൂടും. ആഴം കൂടി വരുമ്പോൾ ഒരു കാര്യം അവിടെയുണ്ട്, എങ്കിലും നിൻ്റെ വാക്കിന്, ആ വാക്ക് ഒന്ന് എൻ്റെ പ്രിയമുള്ളവരൊന്ന് എന്നോട് ചേർന്ന് പറയണം. കർത്താവേ, എങ്കിലും നിൻ്റെ വാക്കിന് ഞങ്ങൾ ഇന്ന് വലയിറക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് വലയിറക്കിയ നാളെയല്ല വിടുതൽ, ഇന്ന് വലയിറക്കിയ ഇന്നാ വിടുതൽ. ഇന്ന് വലയിറക്കിയാൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന പത്രോസിനെ നാളെ നിർത്താമെന്ന് പറഞ്ഞതാ. അവൻ എക്സ്പയറി ഡേറ്റ് ഇട്ടതാ. പക്ഷേ തലേന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് ആഴത്തിൽ നമ്മൾ ഇടുമ്പോൾ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ചില വിഷയത്തിനകത്ത് ചിലത് തുറന്നു വരും. അതാ വിശ്വാസം. കാണുന്നില്ല, അറിയുന്നില്ല, എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല, പക്ഷെ ആഴത്തിൽ നമ്മൾ ഇടാൻ പോവുക. വായിച്ച വാക്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അമേൻ സ്വരം ചെയ്യുന്നു, ഉയരവും ആഴവും എന്ത് എന്ന്. ആ ആഴം കാൽവരി ക്രൂശിലോട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. ആ ആഴം സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. എന്തുകൊണ്ട് ആഴം? ആ ആഴം സ്നേഹമാകുന്ന ആഴം, നമ്മൾ മക്കളാകുന്നു എന്നുള്ള ആഴം, നമ്മൾ അവൻ്റെ പ്രിയപ്പെട്ടവരാണെന്നുള്ള ആഴം. ആ ആഴം നമുക്കുണ്ടോ എന്ന് അപ്പായോട്? കർത്താവേ, അങ്ങ് ഇറങ്ങി വന്നില്ലേ? ഇന്ന് ഞാൻ ആഴത്തിലിടാം. ഇന്ന് ഞാൻ ആഴത്തിൽ വീഴാനല്ല, വിശ്വാസത്തെ നമ്മൾ ആഴത്തിൽ ഇടുക. ഇന്ന് എന്ത്? എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു പ്രവർത്തിക്കുന്നു. അടുത്ത വാക്ക് ഞാൻ അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പോവുക കേട്ടോ. അമേൻ സ്വരം ചെയ്യുന്നു. എന്നറിയാമോ? അതിൻ്റെ ഇനിയുള്ള 19-ാമത്തെ വാക്യം പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. അമേൻ സ്വരം 19-ാമത്തെ വാക്യത്തിലൂടെ ഇനി നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അടുത്തൊരു തലത്തിലോട്ട് പോകുന്നത്. അമേൻ സ്വരം അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അമേൻ സ്വരം ചെയ്യുന്നു, അത് ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ എല്ലാ നിറവും ഉണ്ട്. അപ്പോൾ ദൈവം നിറയ്ക്കൂ പ്രിയമുള്ളവരെ, ദൈവം നിറയ്ക്കൂ. ആത്മീകമായിട്ട് ദൈവം നിറയ്ക്കും, ഭൗതികമായിട്ട് ദൈവം നിറയ്ക്കും. ചില വിഷയം നിറയാത്ത പോലെയല്ല ഇന്നിരിക്കുന്നത്. നിറയുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ചില വിഷയം നിറയുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ട്. നിറഞ്ഞല്ലേ ഇരിക്കുന്നത്, കണ്ണ് നിറഞ്ഞായിരിക്കുന്നത്. പക്ഷെ ആ വാക്യത്തെ ഞാനൊന്ന് ചേർത്ത് പിടിച്ച് ഞാൻ പറയാൻ പോവുക. അവിടെ കാണുന്നൊരു കാര്യം ഇങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം,
ചില കാര്യങ്ങൾ ദൈവം കൺട്രോൾ ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആമേൻ 19 ലാസ്റ്റ് എല്ലാം നിറവിനോളം നിറഞ്ഞു വരും. അപ്പോൾ ക്രിസ്തു ആര് എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ചിലത് നിറഞ്ഞു വരും. ക്രിസ്തു ആര് എന്നൊരു ചിന്ത നമുക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾക്ക് മാറ്റം വരും. ക്രിസ്തു ആര് എന്നൊരു ക്രിസ്തു പ്രാപ്തനാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ചില വിഷയത്തിനകത്ത് വിടുതൽ നടക്കും. എന്നിട്ട് പറയുകയാണ്, ആ വാക്യം ഞാൻ ഒന്നുകൂടെ ചേർത്ത് വായിച്ച് ഞാൻ അതിൻ്റെ ഒരു തലത്തിലൂടെ കടക്കുകയാണ്. കവിയുന്ന പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും. ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞാൽ ചിലത് നിറയും. ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ അതിൻ്റെ നീളം, വീതി, ഉയരം, ആഴം വർദ്ധിക്കണം. അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയുന്ന കാര്യമുണ്ട്, കർത്താവ് ഞങ്ങളുടെ വിശ്വാസം അങ്ങൊന്ന് വർദ്ധിപ്പിക്കണം. അവരെന്തിനാ പറഞ്ഞത്? കർത്താവെ 3.5 വർഷത്തോടെ ഞങ്ങൾ നിൻ്റെ കൂടെ നടക്കുക, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ള ലോകത്ത് ഒരു കാര്യം ഞാൻ പറയാം, നാട്ടുകാരല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്, ലോകമല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്, അധികാരങ്ങളല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ഭാവി എൻ്റെ യേശു തീരുമാനിക്കും. എൻ്റെ ഭാവി എൻ്റെ യേശു നിശ്ചയിക്കും. അവിടെ എന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു സുന്ദരമായൊരു വാചകമുണ്ട് കേട്ടോ. അദ്ദേഹം പറയുക, അത് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മനുഷ്യൻ മനസ്സിലാക്കുക, അതൊരു ഫുൾനെസ് ഓഫ് ഗോഡാണ്. ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന വാക്ക് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള ആ വാക്കിന് ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ദൈവം കൊടുക്കുമ്പോൾ ഫുള്ളായിട്ടേ കൊടുക്കത്തുള്ളൂ. ഉദാഹരണം, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചു, അദ്ദേഹം ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് എഴുതി വെച്ചേക്കുന്നത്. പരിശുദ്ധാത്മാവ് പകുതിയായെന്നാണ് എഴുതി വെച്ചേക്കുന്നത്? അല്ല, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുമെങ്കിൽ ഇന്ന് നമ്മളെ പരിശുദ്ധാത്മാവിൽ ചില വിഷയത്തിനകത്ത് കർത്താവ് നിറയ്ക്കുമ്പോൾ ആ നിറവാണ് നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറുന്നത്. ആ നിറവാണ് നമുക്കൊരു വിടുതലായിട്ട് മാറുന്നത്. അദ്ദേഹം പറയുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ഒരു ഫുൾനെസ് ഇന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രിയമുള്ളവർ പറഞ്ഞാട്ടെ, ആ ക്രിസ്തുവിൻ്റെ നിറവ് എൻ്റെ എല്ലാ മേഖലയിലും നിറയും. ആ ക്രിസ്തുവിൻ്റെ നിറവ് എൻ്റെ കുടുംബത്തിൽ നിറയും. ആ ക്രിസ്തുവിൻ്റെ നിറവ് എൻ്റെ തലമുറയിൽ നിറയും. ആ ക്രിസ്തുവിൻ്റെ നിറവ് എൻ്റെ എല്ലാ മേഖലകളകത്തും നിറയുമ്പോൾ ഇനി പറയുന്ന കാര്യമാണ് അതിൻ്റെ മർമ്മപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ ദൈവത്തെ അറിയുവല്ല, പക്ഷെ നമ്മൾ ദൈവത്തിലാകുവാണ്. ദൈവത്തെ അറിയുവല്ല, ദൈവത്തിലാകുക. എന്തോ പ്രത്യേകത? ഇനി അതാണ് അതിൻ്റെ 20-21 വാക്യത്തിലൂടെ നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കാൻ പോകുന്നത്. എന്ത്? ദൈവത്തെ അറിയുമ്പോൾ പ്രിയമുള്ളവരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാകാൻ പോകുക. അത് ഞാൻ ഒന്നും കൂടി ഒരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊരു കാര്യമായിട്ട് പറഞ്ഞു തരാം. 16-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാലുള്ള ശക്തിയെ കാണിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കാണിക്കുമ്പോൾ 17-ാമത്തെ വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ക്രിസ്തു നമ്മളിൽ വാഴും. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ക്രിസ്തു നമ്മളിൽ വാഴും. എന്നിട്ട് അടുത്ത വാക്ക്, 17-ാമത്തെ വാക്യത്തിൻ്റെ അടുത്ത വാക്ക്, അതെങ്ങനെയാണ് നമ്മളിൽ വാഴുന്നത്? സ്നേഹത്തിൽ. ഒന്നുകൂടെ ഞാൻ പറയാം. 16-ാമത്തെ വാക്യം തൊട്ട് 19-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളെ ആദ്യം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ നിറയപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെ നിറയപ്പെടുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരും. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പ്രിയമുള്ളവർ, ഒന്ന് ഇവിടെ ശ്രദ്ധിക്കാമോ? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ വിഷയം ആരുടെ വിഷയം? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ വിഷയം ആരുടെ വിഷയം? കർത്താവിൻ്റെ വിഷയം ആണോ? കർത്താവിൻ്റെ വിഷയമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ വിഷയം കർത്താവിനെ അറിയാം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ വിഷയം നമ്മൾ നാട്ടുകാരോട് പറയണ്ട. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ, അതാ അതിൻ്റെ 17-ാമത്തെ 2-ാമത്തെ പാട്ട്, ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ തുളുമ്പുമ്പോൾ 18-ാമത്തെ വാക്യം പറയുന്നു, അപ്പം നമ്മൾ മനസ്സിലാക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം. ചോദ്യം, ക്രിസ്തു ഒരപ്പൻ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അപ്പൻ എന്ത് ചെയ്യും? മക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ വിഷമതകൾ ആരുടെ വിഷമതകളാണ്? കർത്താവിൻ്റെയാണ്. നമ്മുടെ ഭാരങ്ങൾ ആരുടെയാ? കർത്താവിൻ്റെയാണ്. അത് കഴിയുമ്പോൾ ആ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ അങ്ങനെ ഉള്ളവൻ നിറയപ്പെടും. മനസ്സിലായോ? അങ്ങനെ ഉള്ളവരെ നിറയപ്പെടുത്തുള്ളൂ. ഞാൻ എൻ്റെ പ്രിയമുള്ളൊരു കാര്യം പറയാൻ പോവുക. ഇനി നിങ്ങൾ ക്യാമറ ഒന്ന് ഓണാക്കിയിരിക്കണം.
കാരണം വലിയ ഒരു പ്രധാനപ്പെട്ട മേഖലയിലൂടെ ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലൂടെ കടക്കുമ്പോൾ അതിൻ്റെ 20-21 വാക്യം അതിലൂടെ നമ്മൾ കടക്കാൻ പോകുന്നത്. പക്ഷേ പ്രിയമുള്ള പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യണം, ക്യാമറ ഓൺ ചെയ്തിരിക്കണം. ഒരു വലിയ വിടുതൽ അതിനകത്ത് വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ചിലത് നിറയുന്നത്. ആ നിറവിനെ കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആമേൻ ചെയ്യുന്നു. അത്രയുമുള്ള ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് വന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയെന്നും അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ആ ഒരു രീതിയിലുള്ള ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു കണ്ടു. പക്ഷേ ഇനി പറയുവാൻ പോകുന്ന ഒരു കാര്യം ഒരു എക്സാമ്പിളാണ്. ഈ ഒരു എക്സാമ്പിൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നത്? ചാർജറും ഉണ്ട്, മൊബൈൽ ഫോണും ഉണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എൻ്റെ പ്രിയമുള്ളവർക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യാന്ന് വെച്ചോ, ചാർജർ ഇല്ലേ നമ്മൾ എന്നാ ചെയ്യും? ചാർജർ ഇല്ലേ നമ്മൾ എന്നാ ചെയ്യും? ആർക്കെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റൂ? ചാർജർ ഇല്ലേ നമ്മൾ എന്നാ ചെയ്യും? ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഫോണുണ്ട്, ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ഒരു ചോദ്യം, ഈ ചോദ്യം നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റും. ഒരു ഫോൺ എങ്ങനെ ചാർജർ ഇല്ലാതെ ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? ഫോണ് എങ്ങനെയാണ് ചാർജർ ഇല്ലാതെ ചാർജ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ പ്രിയമുള്ളവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ആരെങ്കിലും? ചാർജ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? എന്താ അതിൻ്റെ സാധ്യത? കണക്ട് ചെയ്തേക്കുന്ന പവർ ബാങ്കിലേക്കാണ്. പവർ ബാങ്കിലോട്ടാണ്. അപ്പോൾ ചാർജർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചാർജ് ആകും, കണക്റ്റഡാ. പക്ഷെ എൻ്റെ ആ ഒരു കാര്യത്തെ കണക്ട് ചെയ്യുന്നൊരു ചിന്ത അങ്ങനെയല്ല. ആൻറ്റി പറഞ്ഞ ഉത്തരം വളരെ സുന്ദരമായ ഉത്തരം. ആ ഒരു കാര്യത്തെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. പവർ ബാങ്കിൻ്റെ ചാർജ് പോയാലോ? അപ്പോൾ ചാർജർ ഇല്ല. അപ്പോൾ എന്നാ ചെയ്യും? നമുക്കൊരു പോരാട്ടമാണെന്ന് വിചാരിച്ചു. ഈ ചാർജറൊക്കെ പോകുന്ന ഒരു പോരാട്ടം. നമുക്ക് ചില പോരാട്ടം അങ്ങനെ ഉണ്ടെന്നേ. ചിലത് മാത്രമേ പോകത്തുള്ളൂ. ചിലർക്ക് സമാധാനം പോകും, ചിലർക്ക് സമാധാനം മാത്രമേ പോകത്തുള്ളൂ. ചിലർക്ക് സമാധാനം മാത്രമേ പോകത്തുള്ളൂ. ചിലർക്ക് സന്തോഷം പോകും, ചിലർക്ക് മൊത്തം പോകും. മൊത്തം പോകുമ്പോൾ നമ്മൾ എന്നാ പറയും? അതിന് പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിക്കാനല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചാർജർ ഇല്ലെങ്കിൽ എങ്ങനെ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചാർജർ കണ്ടുപിടിക്കണം. അപ്പോൾ ചാർജർ എവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പോൾ അറിയത്തുണ്ടാക്കില്ല. നമ്മൾ ചാർജ് ആകാൻ പോവുക ഇന്ന്. ചോദ്യം, ആ ചാർജറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന ഒരു കാര്യം എങ്ങനെയാണ് പ്രിയമുള്ളവരെ? അങ്ങനെ ഒരു ഫോണിന് എപ്പോഴും ചാർജർ വേണം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം വേണം. ഒരു വിശ്വാസിയെ ഏറ്റവും അധികം ചാർജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോടും ഞാനൊരു കാര്യം പറയാം. നമ്മളെയൊക്കെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അത് ഞാൻ തെളിയിക്കാൻ പോവുക. ഇനി ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന ബോധ്യമുണ്ടോ? ദൈവം സ്നേഹിക്കുന്നു എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ആമേൻ ചൊല്ലുക. നമ്മൾ ഇനി ഇങ്ങനെയൊന്നും ഇരിക്കത്തില്ല. നമ്മൾ ചാർജ് ആകുന്ന സമയം ഇനി എന്ന് പറഞ്ഞാൽ ആ ചാർജർ കണക്ഷൻ വിട്ടുപോയാലും ചാർജർ തേടി നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോയാൽ വീണ്ടും റീചാർജ് ആകുന്ന പോലെ ഇന്ന് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ചിലത് നിറയ്ക്കാൻ പോവുക. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാണാതെ പോയ കാര്യങ്ങളൊക്കെ മാറും. സമാധാനം, സന്തോഷം, പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടികൾ, അതിലൂടെ നമ്മളിനി കടക്കാൻ പോകുന്നത് ആ ഒരു തലത്തിലൂടെ ഞാനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അമേൻ സ്വന്തം ചെയ്യുന്ന 17-ാമത്തെ വാക്യം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആ 17-ാമത്തെ വാക്യത്തെ ഞാൻ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പോകുക. അതിന് മുമ്പ് ഞാനൊരു അമേൻ സ്വന്തം ചെയ്യുന്ന വാക്യം കൂടി ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം അതിൻ്റെ 20-ാമത്തെ വാക്യം. ആ 20-ാമത്തെ വാക്യത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 17-ാമത്തെ വാക്യത്തെ ഒന്നുകൂടെ ഞാൻ ഡീപ്പായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത്, അതിന് 20-ാമത്തെ വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പം നമ്മിൽ വ്യാപരിക്കുന്നവന് നമ്മൾ ചോദിക്കുന്നത് നനയ്ക്കുന്നത് ചെയ്യാൻ പറ്റത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളിൽ വ്യാപരിക്കുന്നവന് നമ്മൾ ചോദിക്കാത്ത കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ലേ? നമ്മൾ പറയാത്ത വേദന പോലും ചെയ്യാൻ പറ്റത്തില്ലേ? അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ ചാർജിങ് പോയിന്റിന് കംപ്ലൈൻറ്റാണ്.
ഇന്ന് രാത്രികാലം ആ ഒരു ഭാഗ്യത്തെ ഞാൻ ഇങ്ങനെ പറയാം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട്. അതിൻ്റെ ഒരു തലത്തിലൂടെ ഞാൻ കടക്കുന്നതിന് മുമ്പ് ആ 17-ാമത്തെ വാക്യത്തിലെ 2 പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇതിനെ ഞാൻ കണക്ട് ചെയ്യാൻ പോവേനി. ആ വാക്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചാട്ടെ. ആ നെഞ്ചത്ത് കൈ വെച്ചിട്ടൊന്ന് വായിച്ചാട്ടെ. അതിങ്ങനെ വായിക്കണം: ഞാൻ ചോദിക്കുന്നതിലും ഞാൻ നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ചെയ്യാൻ കഴിവുള്ളൊരു ദൈവമാണ് എൻ്റെ ദൈവം. ഞാൻ, അതിങ്ങനെ പറയാം, നെഞ്ചത്തൊന്ന് കൈ വെച്ച് പറ: ഞാൻ ചോദിക്കുന്നതിലും ഞാൻ നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. ഇനി അതിനെ 17-ാമത്തെ വാക്യത്തിലെ ഒരു 2 ഭാഗമായിട്ട് ഞാനത് കണക്ട് ചെയ്യാൻ പോവാം. അവിടെ അമേൻസോൺ കാണാൻ പോകുന്നൊരു കാര്യം ഇങ്ങനെയാണ്. 2 ഇമേജസിനെ കുറിച്ച്, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. 2 ഇമേജ്, നേരത്തെ ഞാൻ പറഞ്ഞ വൃക്ഷവും ആ വൃക്ഷത്തിൻ്റെ വേരും അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. ആ ഒരു വൃക്ഷവും കാണാൻ പറ്റും, അതിൻ്റെ വേരും കാണാൻ പറ്റും, അതുപോലെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ പ്രിയമുള്ളവരെ, ആ വേരുള്ള വൃക്ഷത്തിൽ എന്തുണ്ട്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? വേരുള്ള വൃക്ഷത്തിൽ എന്തുണ്ട്? ഫലമുണ്ട്. വേരില്ലാത്ത വൃക്ഷത്തിലോ? വേരില്ലാത്ത വൃക്ഷത്തിൽ ഫലം, ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഫലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വേര് ഉണ്ടേലേ ഫലം കായ്ക്കുള്ളൂ. വേദന ഉണ്ടേലേ ഫലം കായ്ക്കുള്ളൂ. പ്രശ്നം ഉണ്ടേലേ ഫലം കായ്ക്കുള്ളൂ. തകർച്ച ഉണ്ടേലേ ഫലം കായ്ക്കുള്ളൂ. അടുത്തൊരു കാര്യം കൂടി ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ആ റൂട്ട് എന്ന് പറയുന്ന കാര്യം, ആ വേര് കാണിക്കുന്നൊരു കാര്യം, എന്താ റൂട്ടിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ആ വേരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അതെന്ത് ചെയ്യും? ചിലത് വലിച്ചെടുക്കും. രണ്ടാമത്തെ ഒരു കാര്യം, അതൊരു ഉറപ്പ് നൽകും. വേര് ചിലത് വലിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ചിലത് വലിച്ചെടുക്കണം. ദൈവത്തിൽ നിന്ന് ചിലത് അവൻ വലിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു ബന്ധമുണ്ടാകണം. ചിലത് വലിച്ചെടുക്കുന്നത് പോലെ, ചിലത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാപിച്ച് എടുക്കുന്നത് പോലെ ചില കാര്യത്തിൽ നമുക്ക് എന്തുണ്ടാകണം? ഇന്ന് നമ്മുടെ വേര്, അതുപോലെ ചില കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ മറ്റൊരു തലം കൂടെ അവിടെ നിന്ന് പറയാം. വേര് ഉണ്ടെങ്കിൽ ഏത് ക്ഷാമത്തും ഉറച്ചു നിൽക്കും. വേരുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, കർത്താവേ, എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, വേര് ഉണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ, അമേൻ പറഞ്ഞത് വലിയ കാറ്റുകൾ അടിച്ചാലും വലിയ പ്രതികൂലങ്ങൾ വന്നാലും വേര് ഉള്ള ഒരൊറ്റ കുടുംബവും തകർന്നു പോകത്തില്ല. ചോദ്യം, ഇതിനകത്തിരിക്കുന്ന വേരുള്ള കുടുംബത്തോട് ഞാൻ ചോദിക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ അതികഠിനമായ പ്രയാസത്തോടെ കടന്നുകൊണ്ട് പട്ടിണി കടന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ അതികഠിനമായ പ്രശ്നത്തിലൂടെ കടന്നുകൊണ്ട് വസ്ത്രമിടാതിരുന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ അതികഠിനമായ പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ട് നമ്മൾ മറ്റു പല കാര്യങ്ങളും ഇല്ലാതെ ഇരുന്നിട്ടും ഇന്നും നമ്മൾ ജീവനോടെ ഇരിക്കുന്നുണ്ടോ? മൂക്കിൻ്റെ അറ്റത്ത് കൈ വയ്ക്കുമ്പോൾ ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ? ശ്വാസം വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്നേ അടിച്ച്, അല്ലെങ്കിൽ എന്നേ നമ്മൾ വീണ് പോയനെ. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്തെന്നറിയാമോ? അത് അമേൻ പറയുന്നു, ക്ഷാമകാലത്ത് വേറുള്ളവൻ നിലനിൽക്കും. അവന് വേണ്ടിയിട്ടാണ് പറയുന്നത് 20-ാമത്തെ വാക്യം. അവൻ ചോദിക്കുന്നതിലും അവൻ നനയ്ക്കുന്നതിലും, എല്ലാവർക്കും അല്ല. ഈ ദൂതനെ പ്രവാചകന്മാർ അങ്ങ് വളച്ചൊടിക്കും. അവർ പറയും, നീ ചോദിക്കുന്നത് നനയ്ക്കും, നീ പള്ളിയിൽ വന്നില്ലേലും വേരില്ലാത്തവൻ ചോദിച്ചാൽ കിട്ടത്തില്ല. വേരുള്ള കുടുംബം എന്ന് ചോദിച്ചാൽ ഒരു കാര്യം. അപ്പോൾ മറിച്ചൊരു ചോദ്യം വരും, വേരുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നേ? ചോദ്യമാ. വേരുണ്ടല്ലോ കർത്താവേ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവേ, പക്ഷെ മറുപടി വരുന്നില്ലല്ലോ കർത്താവേ, ഉത്തരം. അതെന്നാന്ന് വെച്ചാൽ ആ വേര് ഉണ്ടേലും ഉത്തരം വരാൻ വൈകുന്നതിൻ്റെ അമേൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെന്ന്, അത് വ്യത്യസ്തമായിട്ടാണ്. അടുത്തൊരു കാര്യമുണ്ട് കേട്ടോ,
ഈ വേര് ഉണ്ടെങ്കിൽ ക്ഷാമകാലത്ത് അത് നിൽക്കുക മാത്രമല്ല, അതിനകത്ത് ഫലം ഉണ്ടാകും. അതിനകത്ത് ഫലം ഉണ്ടാകും. ഫലം ഉണ്ടോ നമ്മളിൽ? ഫലം ഉണ്ടാകണം നമ്മളിൽ. ആ ഫലത്തെക്കുറിച്ചുള്ളൊരു ആത്മീകമായ അർത്ഥം ഞാൻ അതിൻ്റെ മറ്റൊരു ഭാഗത്തോട് കണക്ട് ചെയ്ത് പറയാം. പക്ഷേ ഈ അടിസ്ഥാനം എന്ന് പറയുന്ന ഫൗണ്ടേഷൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചിലരുടെ ജീവിതമായിട്ട് അത് കണക്ട് ചെയ്യുക. അതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഇമേജിൽ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കാണാം, എസ്റ്റാബ്ലിഷ്ഡ്. ഞാനൊരു ചോദ്യം ചോദിക്കുക പ്രിയമുള്ളവരെ. ഈ ഫൗണ്ടേഷൻ്റെ പണി നടക്കുമ്പോൾ അവിടെ ക്രാക്ക് ഉണ്ടാകും. അവിടെ ചിലത് ചെത്തും, ചിലത് വെട്ടും, ചിലതന്നെ. ഞാൻ നമ്മുടെ വീട് പണിയുന്ന സമയത്ത് ഈ മേസ്തിരി ആയിരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കത്തി വെച്ചിട്ട് കട്ടയെ ഇങ്ങനെ ചെത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാ ചെത്തിയെന്നറിയാമോ? പുള്ളി ഉദ്ദേശിച്ച രൂപത്തിൽ സാധനം കിട്ടണം, എന്നാലേ വെക്കാൻ പറ്റുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മളാകാൻ ചില ചെത്തലുകൾ ഇന്ന് നടക്കുന്നുണ്ട്. വേദനയാണ്, ഭയങ്കര വേദനയാണ്. മറ്റുള്ളവരെ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്, ഭയങ്കര വേദനയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടിസ്ഥാനമിട്ടതിൽ പണി തുടങ്ങുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. അതിലോട്ട് ഞാൻ കണക്ട് ചെയ്യാൻ പോവുക. അടിസ്ഥാനമിട്ടതിലാണ് പണി നടക്കുന്നതെങ്കിൽ അടിസ്ഥാനം കുലുങ്ങത്തില്ല. മനസ്സിലായോ? അടിസ്ഥാനമിട്ടവരാണ് നമ്മൾ എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. പറ, ഞാൻ വേരൂന്നിരിക്കുന്നു, ഞാൻ അടിസ്ഥാനമിട്ടിരിക്കുന്നു. എന്നിട്ട് പറ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് വേരൂന്നിയിട്ടുണ്ടെങ്കിൽ, അടിസ്ഥാനമുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ട്. ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യത്തെ അങ്ങനെ തന്നെ ഇന്ന് ബ്രേക്ക് ചെയ്യുക. നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ട്, നമ്മുടെ വിചാരങ്ങൾക്ക് അതീതമായിട്ട്, നമ്മുടെ അമേൻസുറും ചെയ്യുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായിട്ട് ഇന്ന് രാത്രികാലം ചില കുടുംബത്തിന് വേണ്ടി ദൈവാത്മാവ് ഇടപെടും. ഇന്ന് രാത്രികാലം ചില കുടുംബത്തിന് വേണ്ടി ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിന് മുമ്പ് കണക്ട് ചെയ്യണം. ക്രമീകരിക്കുന്നതിന് മുമ്പ് അമേൻസുറും അടുത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. അത് നമ്മുടെ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്തിനാണ് അപ്പോസ്തലനായ പൗലോസ് ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ചേർത്ത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ, ഒരു മരവും ഒരു ബിൽഡിങ്ങും. അത് എന്തിനാ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം, എൻ്റെ പ്രിയമുള്ളവരെ, ഈ വേര് ഉണ്ടെങ്കിലേ വളർച്ചയുള്ളൂ, അടിസ്ഥാനമുണ്ടെങ്കിലേ നിലനിൽക്കുകയുള്ളൂ. മനസ്സിലായോ? ചില സമയത്ത് വേരിനെയും ബാധിക്കും, ചില സമയത്ത് അടിസ്ഥാനത്തെയും ബാധിക്കും. വേര് ലൂസാകുമ്പോൾ അടിസ്ഥാനം ഇളകും. നമ്മുടെ ചില വേരുകൾ ഇളകിയപ്പോഴല്ലേ നമ്മൾ ചിന്തിച്ചേ, കർത്താവിന് പറ്റുമോ, കർത്താവിന് കാര്യമൊന്നും നടക്കുന്ന തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം, വേരിളകത്തില്ല. പറ, എൻ്റെ വേരിളകത്തില്ല, എൻ്റെ അടിസ്ഥാനം കുലുങ്ങത്തില്ല. അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ, അതൊരു ഉറപ്പാണ്. ആ ഉറപ്പാണ് നമ്മുടെ ഉറപ്പ്. ആ ഉറപ്പ് യേശു കർത്താവ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോടും പറയുകയാണ്. അങ്ങനെയൊന്നും നശിക്കത്തില്ല. അടുത്തൊരു പ്രത്യേകത, ആ വേര് ആഴത്തിലോട്ട് ഇറങ്ങിയവർ ഇന്ന് രാത്രികാലം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു വിടുതൽ നടക്കുമെങ്കിൽ അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെ, എന്തോന്നറിയാമോ? ഈ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്ന പെരയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. പിന്നെ അത് എവിടെയാണ് പണിയുന്നത്? നിലത്തുനിന്നാണോ പണിയുന്നത്? അല്ല, ആ ഫൗണ്ടേഷനിൽ നിന്നാണ് അത് പണിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദൂത് ഞാൻ അവിടെ നിന്ന് പറയാം. ഫൗണ്ടേഷനിൽ നിന്ന് പണിതാൽ അതൊരു റെസ്റ്റാ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് എവിടെ നിന്നാ? ഫൗണ്ടേഷനിൽ നിന്നാ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. വേര് കുലുങ്ങിയിട്ടുണ്ടാകും, പക്ഷെ റെസ്റ്റ് എടുക്കുക. ദൈവത്തിൽ റെസ്റ്റ് എടുത്ത് വരുമ്പോൾ അടുത്തൊരു കാര്യം പറയുന്ന കാര്യം ഇങ്ങനെയാ, എ ട്രീ വിത്തൗട്ട് റൂട്ട്സ് കാനോട്ട് ലീവ്. വേരുകളില്ലാത്ത വൃക്ഷത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. എ ബിൽഡിംഗ് വിത്തൗട്ട് എ ഫൗണ്ടേഷൻ കാനോട്ട് സ്റ്റാൻഡ്. ഫൗണ്ടേഷൻ ഇല്ലാത്ത ബിൽഡിങ്ങിന് അവിടെ ചെയ്യുന്നു, അതിനും നിലനിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അതേപോലെ തന്നെ കർത്താവിൽ വളരാത്ത ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ പൂർണ്ണത കാണാൻ പറ്റത്തില്ല. അവന് വേണ്ടിയിട്ടാണ് അത്യന്തം പരമായി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ വേരൂന്നിയിട്ടുണ്ടേൽ
ഈ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. എന്നറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് എന്നാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം. വേര് വളർന്നിട്ടുണ്ട് എന്നാൽ, അടിസ്ഥാനമിട്ടിട്ടുണ്ട് എന്നാൽ, നീളം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ, വീതി വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ, ആഴം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ 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 നമ്മൾ ചോദിക്കുന്നതിലും അത് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ല നടക്കത്തില്ല. ഞാനൊരു കാര്യം അവിടെ നിന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലെ മുടന്തനെ പോലെയാണ്. എന്തോ അങ്ങനെ പറഞ്ഞേ? അവിടെ എഴുതി വെച്ചുക അവൻ വല്ലതും കിട്ടുമെന്ന് ചിന്തിച്ചേ. നമ്മുടെ വിശ്വാസികൾ അങ്ങനെയാണോ പ്രിയമുള്ളവരെ? വല്ലതും കിട്ടുമെന്നോ? ഞാൻ കർത്താവിനെ സേവിച്ച വല്ലതും അങ്ങനെ ഇരുന്ന വിടുതൽ നടക്കില്ല. പക്ഷെ ഞാൻ അതിൻ്റെ മറ്റൊരു തലം കൂടെ പറഞ്ഞു തരാം. വല്ലതല്ല, നല്ലത് കിട്ടും. നല്ലത് കിട്ടും. വല്ലതും കിട്ടുമോ എന്നല്ല, നല്ലത് കിട്ടും. അത് ശ്രേഷ്ഠകരമായത്, നമ്മൾ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായത് എന്ന് പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ വേരൂന്നി എന്നാൽ നല്ലത് കിട്ടും. അടിസ്ഥാനമുണ്ട് എന്നാൽ നല്ലത് കിട്ടും. നമുക്ക് സിമ്പിൾ പരിപാടിയാണ്. വേരും വേണ്ട, അടിസ്ഥാനവും വേണ്ട. ചോദ്യം, ഇന്ന് എൻ്റെ ഒരു സഹോദരൻ, ഞാൻ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ചിന്തിക്കുക, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോഴേ, അദ്ദേഹത്തിനൊരു മജ്ജയിൽ നിന്നൊരു കാര്യം എടുത്തൊരു വേദനയെക്കുറിച്ച് താനിങ്ങനെ പറഞ്ഞു. അപ്പോൾ താൻ എന്നോട് പറയുക, ഈ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസനെ, സഹോദരിമാർക്ക് പ്രസവ വേദന വരുന്നതായ ഏറ്റവും വലിയ വേദനയാണ്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, ആ മജ്ജയുടെ ഉള്ളിൽ നിന്ന് ആ സാധനം കുത്തിപ്പറിച്ച് എടുത്തപ്പോൾ, എൻ്റെ കൈകാലുകളിട്ട് ഞാൻ അടിച്ചപ്പോൾ, ആ മനുഷ്യൻ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ ആ ഡ്രില്ലിങ് മിഷൻ പോലെ കുത്തി ഇറക്കിയപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറയുക, അദ്ദേഹം എന്നോട് പറയുക, അമേശ്വർ ഇന്ന് ജീവിക്കുന്ന സാക്ഷിയായിട്ട് നിൽക്കുന്ന അദ്ദേഹം എന്നോട് പറയുക, എന്താ പറഞ്ഞെന്നറിയാമോ? അമേശ്വരം ആ വേദന, അമേശ്വരം എന്തിനെന്നറിയാമോ? ആ വേര് ആഴത്തിലോട്ട് ഇറങ്ങുമ്പോഴുള്ള വേദന. മരം ചുമ്മാ നിൽക്കുവല്ല, അത് ആഴത്തിലോട്ട് ഇറങ്ങുമ്പോഴുള്ള വേദന. ആ വേര് ഇറങ്ങുമ്പോൾ അമേശ്വരം ചെയ്യുന്നു, വേര് ഇറങ്ങി പോകുമ്പോൾ അമേശ്വർ ഹൃദയത്തിൻ്റെ അകത്തോടെ ചില വേര് ഇന്ന് ഇറങ്ങി പോകുമ്പോൾ ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാൻ കേട്ടോ. എന്നറിയാമോ? ആ വേര് നല്ലതാകാൻ വേണ്ടിയിട്ട് ആ വേദന വന്നേ. കാറ്റത്ത് അടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വേദന വന്നേ. പണ്ടൊരു വീട് ഒരു പുള്ളിക്കാരൻ പണിതു. പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനെ വിളിച്ചു, നമുക്കൊരു വീട് പണിയാം. രണ്ടുപേരും വീട് പണിയാനൊക്കെ എക്സ്പേർട്ടാ. ഒരുത്തിനെ കുറച്ച് ബുദ്ധി ആയതുകൊണ്ട് അവൻ മണലിന്മേൽ പണിതു. എളുപ്പമാണ്, കാര്യങ്ങൾ സിമ്പിളാണ്. പക്ഷെ ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവനെ ഈ ചങ്ങായി നോക്കിയപ്പോൾ പാറ പൊളിച്ച് പാറയിൽ വീട് പണിയുക. അപ്പോൾ ഞാൻ ചിന്തിക്കുവന്നേ, അപ്പോൾ ഈ കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ട്, അല്ല ചങ്ങായി, ഈ മണലിന്മേൽ പണിത ഇത്ര പൈസയൊന്നും വരത്തില്ല, ഈ മണലിന്മേൽ പണിത ഇത്ര ബുദ്ധിമുട്ടൊന്നും വരത്തില്ല, അല്ല നിനക്ക് നീ എന്തിനാ ഈ പാറ പൊളിക്കുന്നേ? അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അടിസ്ഥാനം ആഴത്തിലാകണം. അടിസ്ഥാനം ആഴത്തിലാകുമ്പോൾ അമേശ്വരം ചെയ്യുന്നു, നമ്മൾ കുറച്ച് പണിയെടുക്കണം. എന്നാൽ ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാൻസറിൻ്റെ സകല സർട്ടിഫിക്കറ്റുകൾ എന്നെ കാണിച്ചു വന്നു. സകല സർട്ടിഫിക്കറ്റുകളും കർത്താവ് അനുവദിച്ചാൽ ഞങ്ങൾ ആത്മാവ് വിശ്വസിക്കുന്ന കാര്യമുണ്ട്. 3ാമത്തെ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം 1ാമത്തെ സ്റ്റേജിലോട്ട് കയറി. ക്യാൻസറിൻ്റെ അംശം ശരീരത്തിൽ ഇല്ല എന്ന് ഏകദേശം കൺഫർമേഷനായി. പക്ഷേ ആ കൺഫർമേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വേരിട്ടു. നാട്ടുകാരുടെ മുന്നിൽ, വീട്ടുകാരുടെ മുന്നിൽ, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്കിത് വന്നില്ലേ, നീ ഇത്രയും കാര്യം ചെയ്തിട്ട് ഇത്രയും വന്നില്ലേ? പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഇന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ആ വേദന സഹിച്ച് ഞാൻ നിന്നിട്ടുണ്ടെങ്കിലും എനിക്കറിയാം ഞാൻ ചിലതിൻ്റെ മുന്നിൽ നിൽക്കുമെന്ന്. പറയണം പ്രിയമുള്ളവരെ, വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചിലതിൻ്റെ മധ്യം നിൽക്കും. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി, അതെങ്ങനെ നിൽക്കുന്നതെന്നറിയാമോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ആ ഒരു കാര്യത്തെ ചെയ്യുമ്പോഴാണ് അവരെ ദൈവം നിലനിർത്തുന്നത്.
ആ കാര്യം ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ വേദനയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇതിനകത്ത് ഇന്ന് ഇരിക്കുന്നുവെങ്കിൽ അവരോട് ആ വേദനയുടെ അകത്ത് നമ്മൾ നിൽക്കുമ്പോഴും ചങ്ക് പൊട്ടുമ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴും അത് വേര് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യത്തെ ഞാൻ ഇങ്ങനെ അത് അമേരിക്ക ആ ഒരു ഭാഗത്ത് ഇനി 20-ാമത്തെ വാക്യോടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി എനിക്കൊന്ന് ഇവിടെ പറയണം. ആ 17-ാമത്തെ വാക്യം അങ്ങനെ പറയാനുള്ളൊരു പശ്ചാത്തലം കൂടി എനിക്ക് പറയണം. എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റി എഫസോസ്, മറക്കല്ലേ. ഈ 17-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യം കണക്ട് ചെയ്ത് എനിക്കിനി മുന്നോട്ട് കടന്നു പോകണം. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങൾ, ഒരു ചോദ്യം, ഈ അപ്പോസ്തലനായ പൗലോസ് ഈ രണ്ട് ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്തിനാണ് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. പുള്ളി ചുമ്മാ ഇങ്ങനെ ഇരുന്ന സമയത്ത് പുള്ളിക്ക് ഒരു ജ്ഞാനം തോന്നിയിട്ട് പറഞ്ഞതല്ല, വേരൂന്നലും അടിസ്ഥാനവും. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറന്നു പോകരുത്. സാമ്പത്തികമായി അടിസ്ഥാനമുള്ള പട്ടണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രീതിയിൽ എല്ലാ മേഖലയിലും തത്വചിന്തകളുള്ള പട്ടണം, മറ്റുള്ളവർ നോക്കുമ്പോൾ വ്യാപാര കേന്ദ്രം, മറ്റുള്ളവർ നോക്കുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിളായ പട്ടണം. പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവിടെ പ്രശ്നം വന്നെന്ന്, അവിടെ പ്രതികൂലം വന്നെന്ന്. അപ്പോൾ ഇവർ ചോദിക്കുക, ഇവർ ചിന്തിക്കുക, ഇതിലും നല്ലത് മറ്റതായിരുന്നെന്ന്. നമ്മളും അങ്ങനെ ചിന്തിക്കുക, ഇതിലും നല്ലത്. അങ്ങനെ ആർക്കെങ്കിലും ചിന്ത ഉണ്ടോ എന്ന്? ഇതിലും നല്ലത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, ഈ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ അകത്തും പ്രശ്നം വരുമ്പോൾ അദ്ദേഹം പറയുന്ന ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ ഒരു കാര്യത്തെ ഞാൻ ഇങ്ങനെ പറയാം, ആ 2 കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ആ റൂട്ടഡ് ഇൻ ലവ് എന്ന് പറയുന്ന കാര്യത്തെ എഫസോസുമായി കണക്ട് ചെയ്താൽ അവിടെ അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിലീജിയനിലായിരുന്നു. അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അത് അർത്തിമോസിലായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രിയമുള്ളവരെ അവർ അർത്തിമോസ് എന്ന് പറഞ്ഞിട്ട് ആർപ്പിട്ടത്. പക്ഷെ അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു ഹൃദയം, അല്ലെങ്കിൽ കർത്താവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലതിനെ പറിച്ചെടുത്തതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ പ്രിയമുള്ളവരെ, ഈ എഫസോസിൻ്റെ അകത്ത് നിന്ന് ഇത്രയും വിശ്വാസികളെ പറിച്ചെടുത്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയി നടുക. പറിക്കുമ്പോൾ വേദന വരുമോ? പറിക്കുമ്പോൾ വേദന വരും. അവിടെ യെശയ്യാപ്രവാചകന്റെ ഒരു വാക്യമുണ്ട്, ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. പറിക്കുമ്പോൾ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും, പറിക്കുമ്പോൾ വേദന തോന്നിയിട്ടുണ്ടാവും, പറിക്കുമ്പോൾ ചോദ്യം വന്നിട്ടുണ്ടോ, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഐഡൻറ്റിറ്റി ഇല്ല. എഫസോസിലൊരു ഐഡൻറ്റിറ്റി എനിക്കുണ്ടായിരുന്നു, അർത്തിമോസിൻ്റെ ഐഡൻറ്റിറ്റി. ഇപ്പോൾ ക്രിസ്തുവിലായപ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റി ഇല്ല. നമ്മളും പറഞ്ഞതാ, ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് എനിക്കൊരു പൊസിഷൻ ഉണ്ടായിരുന്നു, എനിക്കൊരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ആ വിശ്വാസികളോട് ഭക്തം പറയുക, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ദൈവത്തിന് നൽകാൻ പറ്റുമെന്ന്. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായിട്ട് ദൈവത്തിന് നൽകാൻ പറ്റുമെന്ന് പറയുന്നത് ഈ വിശ്വാസ സമൂഹത്തോടാണെങ്കിൽ, ഐഡൻറ്റിറ്റി ക്രൈസിസിലിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തിരിക്കുന്നെങ്കിൽ അവരോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, നമുക്ക് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കും. അടുത്തൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഞാനൊന്ന് പറയുക. എഫസോസ് പട്ടണത്തിൻ്റെ അടുത്തൊരു സുന്ദരമായ പ്രത്യേകത, ആ പട്ടണം വലിയ ബിൽഡിങ്ങുകളുടെ നഗരം എന്നറിയപ്പെടുന്നൊരു പട്ടണമാണ്. 24,000 ആൾക്ക് ഇരിക്കുവാൻ കഴിയുന്ന ഒരു തിയേറ്റർ എഫസോസിലുണ്ട്. 24,000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തിയേറ്റർ ആ എഫസോസിലുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ പല കെട്ടിടങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇതെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് ചിലരെ തിരിച്ചു കൊണ്ട് വന്നുവെങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം ആ കെട്ടിടത്തിലല്ല വരേണ്ടത്, എഫസോസിലെ വലിയ തിയേറ്ററിലല്ല വരേണ്ടത്. അതേപോലെ ബിൽഡ് യുവർ ലൈഫ് ഓൺ ഗോഡ്സ് ലവ്.
നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ പണിയണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ പണിയുമ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറത്തില്ല. സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തകരത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ ഇന്ന് പകല് പുറത്തു പോയപ്പോൾ, ഇതൊക്കെ പുറത്തുനിന്ന് പോയപ്പോൾ കിട്ടുന്ന കാര്യം കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഇന്നൊരു ബോട്ട് സർവീസിന് പോയി. അവർ ഞങ്ങൾക്കൊരു ജാക്കറ്റ് തന്നു. അപ്പോൾ ജാക്കറ്റ് ഞങ്ങൾ എന്ത് ചെയ്തു? ഇട്ടു. എൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ്, ആ ജാക്കറ്റ് എന്തിനാണ് തന്നത് ഒന്ന് പറയാൻ പറ്റുമോ പ്രിയമുള്ളവർക്ക്? ജാക്കറ്റ് എന്തിനാ തന്നെയാ? ബോട്ട് ഓടിക്കുന്ന പുള്ളിക്ക് നമ്മൾ അറിഞ്ഞിട്ടാണോ? ആ ബോട്ട് ഓടിക്കുന്ന പുള്ളിക്ക് നമ്മുടെ ഫാമിലി മെമ്പറാണോ പുള്ളി? പിന്നെ എന്തിനാ അവിടെ ജാക്കറ്റ് ഒടിക്കുക? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അന്നും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ എന്തിനാ ജാക്കറ്റ് അവിടെ വെച്ച്? എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റോടെ കണക്ട് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതിനകത്ത് തെളിയത്തുള്ളൂ. പറഞ്ഞാട്ടെ. വ്യക്തിക്ക് അതിന് ആ ബോട്ടിലുള്ളവരെ കുറിച്ച് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? അതിന്റെ ഓണർക്ക്, ബോട്ട് ഓടിക്കുന്ന ഈ ഓണർക്ക് ഇവരെ നേരത്തെ അറിയാവോ? പുള്ളിക്കാരന്റെ മക്കളാണോ? അല്ലല്ല, അറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരന്റെ മക്കളാണോ വരുന്നത് ബോട്ടിൽ കയറാൻ? അല്ല. മറ്റെന്തെങ്കിലും ഉത്തരവുണ്ടോ? എനിക്ക് കുറച്ചുകൂടി ഉത്തരം വേണം, എന്നാലേ എനിക്ക് ആ കാര്യം ഇവിടെ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. മറ്റെന്തെങ്കിലും ഉത്തരവുണ്ടോ? എന്തിനാ ജാക്കറ്റ് കൊടുത്തേ? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ. നല്ല ഉത്തരവാണ്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഈ രണ്ട് കാര്യമുള്ളൂ. അതോ ചുമ്മാ പുള്ളിയുടെ വീട്ടിൽ കുറച്ച് ജാക്കറ്റ് ഇരുന്നപ്പോൾ പുള്ളി കൊണ്ടുവന്ന് വെച്ചാന്നോ? എന്തെങ്കിലും പ്രയാസം വന്നാൽ അത് നഷ്ടപരിഹാരം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ജീവൻ എന്തുണ്ട്? ജീവന് വിലയുണ്ട്. ജേനേടി പറഞ്ഞു ആൻറ്റി. വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടാനുള്ള അപ്പൊ വെള്ളത്തിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ, വെള്ളത്തിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ ജാക്കറ്റും ഉണ്ട്. മനസ്സിലായോ? ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വെള്ളത്തിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ ജാക്കറ്റ് നമ്മൾ ആഴത്തിൽ അറിയാത്ത ആ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ആ ബോട്ടിൻ്റെ ഉടമസ്ഥന് നമ്മളെ അറിയത്തില്ല, പക്ഷെ നമ്മളെ അറിയുന്നവൻ നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ പടകിൽ കയറിയപ്പോൾ ആ ജാക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുക, എടാ കുഞ്ഞെ, നമ്മൾ പോകുന്ന സമയത്ത് ഇടയ്ക്കൊരു കാറ്റൊക്കെ വീശും, ഇടയ്ക്കൊരു തിരമാലയൊക്കെ അടിച്ച് കയറും. ഇനി പോട്ടെ, മുങ്ങി താഴുവാന്ന് തോന്നുവാണേലും ബോധ്യം ഉണ്ടാകണം ജാക്കറ്റ് ഉണ്ടോ ജാക്കറ്റ് ഉണ്ടേൽ നമ്മൾ ഉറച്ചു നിൽക്കും. ജാക്കറ്റ് കമ്പനിയെ വിശ്വസിച്ചിട്ടാണോ നമ്മൾ ജാക്കറ്റ് ഇട്ടെ? അല്ലെന്ന്. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് അതിൻ്റെ പരീക്ഷയോടുകൂടി, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, പരീക്ഷയോടുകൂടെ പോക്ക് വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലാണേലുണ്ടല്ലോ, ജാക്കറ്റ് ഇട്ട പോലെയാ. പറയാൻ പറ്റുമോ? ജാക്കറ്റ് ഇട്ട പോലെയാണ്. ചില ജാക്കറ്റുകൾ നമ്മൾ ഇടാൻ പോവുക. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ചിലരിൽ അങ്ങനെ ഒരു ആമേൻ സുറിഞ്ഞൊന്ന് കാര്യം ഇടാൻ പോകും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആമേൻ സുറിഞ്ഞ് പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിത്തൗട്ട് റൂട്ട്സ് വളർച്ച ഉണ്ടാകത്തില്ല. വിത്തൗട്ട് ഫൗണ്ടേഷൻ അത് തകരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിൽ ക്രിസ്തു ഉണ്ടേൽ നമ്മൾ വളരുകയും ചെയ്യും, നമ്മൾ നിൽക്കുകയും ചെയ്യും, നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ജാക്കറ്റ് ഇന്ന് പലരും ഇട്ടിട്ടുണ്ട്, പക്ഷെ ജാക്കറ്റിൻ്റെ വില പലരും മനസ്സിലാക്കുന്നില്ല. കർത്താവിനെ പലരും വിളിക്കുന്നുണ്ട്, പക്ഷെ കർത്താവ് അത്യന്തം പരമായി വ്യാപരിക്കുന്ന ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് ഒഡീഷയിൽ നിന്ന് വന്ന സമയത്ത് ഞാനൊരു കോട്ട് വാങ്ങി. ഇതും അതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ആ കോട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഞാൻ എൻ്റെ അലമാരയിൽ നോക്കിയപ്പോൾ ഈ കോട്ട് അവിടെ ഇരിക്കുക. അപ്പം ഞാൻ കോട്ടിനോട് ചോദിച്ചു, അല്ല ചങ്ങായി, നിന്നെ ഒന്ന് ഇടാനുള്ളൊരു ഭാഗ്യം എന്നാ കിട്ടുക? ഞാൻ ചോദിച്ച ചോദ്യമാണ്. എന്തിനാ പറഞ്ഞതെന്നറിയോ?
അങ്ങനെ ഞാൻ ഈ കോട്ടിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു കോള് വരുന്നത്. ഒരു 3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടെന്ന്. ആദ്യമായിട്ട് ഞാൻ കോട്ടിട്ടത് എവിടെയാണെന്ന് അറിയാമോ? ജേനാൻറ്റിയുടെ വീട്ടിലാണ്. ആദ്യമായിട്ട് ഞാൻ കോട്ടിട്ടത് അവിടെയാണ്. ആ ജാക്കറ്റ് ഇട്ടപ്പോൾ കാത്തിരുന്നതിൻ്റെ ഉത്തരവാണ്. എന്തിനാ പറഞ്ഞതെന്നറിയാവോ? ഈ ജാക്കറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, കുറച്ച് കാത്തിരിപ്പ് വന്നിട്ടുണ്ടല്ലോ, കുറച്ച് വേദന വന്നിട്ടുണ്ടല്ലോ. ആ ബോട്ടിൻ്റെ ഉടമസ്ഥനൊരു പ്രത്യേകതയുണ്ട്. അവൻ പറഞ്ഞു ആഴക്കടലിൻ്റെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകത്തില്ല. ചില സമയത്ത് ഒറ്റയ്ക്ക് പോലെ തോന്നും. 2 കാര്യം അവിടെ നിന്ന് ഞാൻ പറയാം. ഒന്ന്, ഒറ്റയ്ക്ക് പോലെ തോന്നുമ്പോൾ ആ വെള്ളത്തിലൂടെ അവൻ വന്നു. ശിഷ്യന്മാർ പണ്ട് അങ്ങനെ പോയേ, ഒറ്റയ്ക്ക് ആരുമില്ല. പക്ഷേ വെള്ളത്തിൽ യേശു കർത്താവ് വന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ബോട്ട് മുങ്ങത്തില്ല. പറ പ്രിയമുള്ളവരെ, ഞാൻ പറയും. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും നിങ്ങൾ വീഡിയോ ഓഫാക്കി വെച്ചാലും ഞാൻ പറയും. കാരണം എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ ജാക്കറ്റ് ഇട്ടിട്ടാ. ഈ യാത്ര തുടങ്ങിയപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞതാ. ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ അവിടെ കുറച്ച് നിർദ്ദേശം കൊടുക്കും. ഇന്ന് ഞങ്ങൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോയി, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിർദ്ദേശം: ജാക്കറ്റ് വണ്ടിയിലുണ്ട്, നിങ്ങൾ വേണേൽ ഇട്ടോണം. ജാക്കറ്റ് ഇട്ട ജാക്കറ്റും കൊണ്ടുള്ള സേഫ്റ്റി ഉണ്ട്. ഇട്ടില്ലേലും മുങ്ങിപ്പോയാൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കണമെന്ന്. ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി അവനാ, നമ്മുടെ ദൈവമാന്ന്. ജാക്കറ്റ് ഉണ്ടേല മുങ്ങത്തില്ല. മുങ്ങിയാലും പത്രോസേ, നീ അന്ന് അതിലൂടെ നടന്നപ്പോൾ മുങ്ങിപ്പോയതാ. അവിടെ കളിയാക്കി യേശുവല്ല, അവനെ ചേർത്ത് പിടിച്ച കർത്താവ് എന്ന് പറയുക. ജീവിതത്തിൻ്റെ ചില മേഖലകളകത്ത് മുങ്ങിപ്പോയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ താന്നു പോയിട്ടുണ്ട്. കളിയാക്കുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്, ചേർത്ത് പിടിക്കുന്ന കർത്താവ്, കൈ കൊടുക്കുന്ന കർത്താവ്. ഞാൻ ആത്മാവിൽ കാണുക, ഈ റൂമിനകത്തിരിക്കുമ്പോൾ എൻ്റെ കരത്തെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്. ഒരു കാര്യം കൂടെ, ജീവിതത്തിൻ്റെ ഏതൊക്കെയോ വിഷയത്തിനകത്ത് തകർന്നിരിക്കുന്ന പ്രിയമുള്ള ഒരു കാര്യം, യായിറോസ് സകല പ്രതീക്ഷകളും അവസാനിച്ച് ജീവിതത്തിൽ വലിയൊരു കാറ്റടിച്ച് വന്നപ്പോൾ അവൻ്റെ വേര് ഇളകിയത് കുടുംബത്തിൽ നിന്ന്. ആ വേരിൻ്റെ പ്രത്യേകത സ്വന്തം മകളായിരുന്നു. പക്ഷേ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തം വന്ന് പറയുക, ആ പോകുന്നത് വരെ യായിറോസ് മുന്നിൽ നടക്കുക. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശു മുന്നിലോട്ട് കയറി. യേശു പറയും, എടാ കുഞ്ഞേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നെങ്കിൽ വഴി എനിക്കറിയാം, നീ എൻ്റെ പുറകെ വന്നാൽ മതി. പക്ഷേ അവിടെ ഒരു ദൂത് അമേൻസ്വരം ചെയ്യുന്നു. പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തം വന്ന് പറയുക, കുഞ്ഞ് മരിച്ചുപോയി. പക്ഷെ കർത്താവ് പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പോൾ യായിറോസ് പിന്നെയും പോകാനുള്ള കാരണം എന്നാ? കർത്താവ് പറഞ്ഞതുകൊണ്ടല്ല. മുന്നിൽ നടന്ന കർത്താവ് പുറകോട്ട് ഇറങ്ങി വന്നിട്ട് ആ യായിറോസിനെ ചേർത്ത് പിടിച്ചു. എടാ കുഞ്ഞെ, നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന്. എടാ കുഞ്ഞെ, നീ പോകുമ്പോൾ ആ തകർച്ചയിൽ ലോകം പറഞ്ഞു നിൻ്റെ അടിസ്ഥാനം ഇളകിയെന്ന്, ലോകം പറഞ്ഞു നിൻ്റെ വേര് പറഞ്ഞു എന്ന്, ലോകം പറഞ്ഞു നീ കടപുഴുകി വീഴുവാന്ന്. മുന്നിൽ നടന്ന കർത്താവ് പുറകോട്ട് ഇറങ്ങി വന്ന് അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞ കാര്യമാ, യായിറോസെ, നീ ഒറ്റയ്ക്കല്ലടാ, ഞാൻ കൂടെ ഉണ്ടെന്ന്. ഇന്ന് ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. ചില വിഷയത്തിനകത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല. ചില വിഷയത്തിനകത്ത് നമ്മളെ ശക്തമാക്കുന്ന ദൈവമുണ്ട്, നമ്മളെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രിക്കാലം നമ്മളോട് ഇടപെടുമ്പോൾ എനിക്കറിയാൻ പ്രിയമുള്ളവർ, ഈ വാക്യം എനിക്ക് വേണമെങ്കിൽ ഓടിച്ചിട്ട് തീർക്കാം. 4-ാം അധ്യായത്തിന് നോട്ട് എൻ്റെ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ അത് ഓടിച്ചിട്ട് തീർക്കാം. പക്ഷേ അങ്ങനെ തീർത്താൽ എനിക്ക് അതിനൊരു നീതിയില്ല. ഈ രാത്രിക്കാലം ഞാനൊരു കാര്യം പറയാം, വേര് ഉണങ്ങത്തില്ല. കർത്താവ് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ ഫൗണ്ടേഷനിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അമേൻ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കാത്ത കാര്യം ദൈവം നമുക്ക് ചില സമയത്ത് തരുമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് വാങ്ങണം. ചില സംഭവങ്ങൾ നമ്മൾ കാത്തിരുന്ന്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അമ്മമാരാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. എൻ്റെ പ്രിയ മാതാക്കളോട് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. മക്കളെ പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ചങ്ക് പൊട്ടി കരയുമ്പോഴും ഒരു പ്രത്യാശയില്ലേ? അകത്ത് കിടന്നത് പുറത്ത് വന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പറ, അകത്ത് കിടന്ന് ഞാൻ പുറത്തു വരും. അകത്ത് കിടന്ന് എൻ്റെ വിഷയം പുറത്തു വരും.
അകത്ത് കിടന്ന വിഷയത്തിൻ്റെ അകത്ത് നടുക്കടലിൽ ആ മനുഷ്യൻ ഒറ്റയ്ക്കാക്കി പോകത്തില്ല എങ്കിൽ ജാക്കറ്റുള്ള വിശ്വാസികളോട് ഞാൻ പറയാം, നീ വീഴത്തില്ല. ജാക്കറ്റുള്ള വിശ്വാസികളോട് ഞാൻ പറയാം, നമ്മൾ മുങ്ങത്തില്ല. മുങ്ങുമ്പോൾ കളിയാക്കാൻ ചുറ്റുപാടും ആളുണ്ട്. പക്ഷെ അവനറിയാം തടയപ്പെടുന്നവൻ്റെ വേദന, അവനറിയാം കളിയാക്കപ്പെടുന്നവൻ്റെ വേദന. അതുകൊണ്ടാണ് ചേർത്ത് പിടിക്കുന്ന അതേ പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസേ, അമേൻ നീ പാറയാകുന്നു. അമേൻ പറഞ്ഞു, അതിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇന്ന് ദൈവാത്മാവ് ഇടപെടുക. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട സഭയാണ് ഞാനും താങ്കളും. ആ സഭയെ തകർക്കാൻ, ആ സഭയുടെ അടിസ്ഥാനം ഇളക്കാൻ ചോദ്യത്തിന് പറ്റത്തില്ല. ആ സഭയുടെ അടിസ്ഥാനം ഇളക്കാൻ അത് ഡ്രില്ലർ മിഷൻ കൊണ്ട് കഴിയത്തില്ല. ആ ചോദ്യത്തിൻ്റെ കാര്യം ഇളക്കാൻ അധികാരികളെ കൊണ്ട് കഴിയത്തില്ല. ആ അടിസ്ഥാനം ഇളക്കാൻ ഇന്ന് ലോകത്തെ ഒരു ശസ്ത്രക്രിയയ്ക്കും കഴിയത്തില്ല. ആ അടിസ്ഥാനത്തെ ഇളക്കുവാൻ ഇന്ന് ലോകത്തെ ഒരു സാങ്കേതിക വിദ്യയ്ക്കും കഴിയത്തില്ല. എങ്കിൽ വാക്യം ആത്മാവിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനും പരമായ ദൈവശക്തി എൻ്റെ മുറിയുടെ അകത്ത് വെളിപ്പെടുമ്പോൾ ഞാനായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഞാൻ പുറത്തു വരും. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഏതേലും രാജാവിൻ്റെ മുന്നിൽ നിങ്ങളിപ്പോൾ പോകണ്ടെന്ന്, അത്യുന്നതനായ രാജാവിൻ്റെ മുന്നിൽ ഇന്ന് മുട്ടുമടക്കിയാൽ ആ രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം തുറക്കും. അത്യുന്നതനായ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കിയാൽ ഒരു ഡോക്ടറുടെ മുന്നിലും പോകണ്ട, കാരണം അവൻ വൈദ്യനാണ്. അത്യുന്നതനായ ലോകത്ത് പറഞ്ഞത് സകലതും കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞൻ്റെ അടുക്കൽ നീ പോകണ്ട. നീ ദൈവത്തിൻ്റെ അടുക്കൽ മുട്ടുമടക്കുക, അവൻ സകലതും സൃഷ്ടിച്ചവനാണ്. അങ്ങനെയെങ്കിൽ ഉത്തരം മുട്ടുമടക്കുന്നിടത്താണ്. ആത്മാവിൽ ഞാനൊരു കാര്യത്തിൽ തുറന്ന് പറഞ്ഞോട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് ഓർക്കുന്നു, എഫദ പറ. എഫദ തുറക്കാൻ പോവുക. എൻ്റെ കുടുംബത്തിലൊരു എഫദ തുറക്കാൻ പോവുക. അടഞ്ഞിരിക്കുന്നത് തുറക്കാൻ പോവുക. അടഞ്ഞതാ, തുറക്കത്തില്ല. ലോകം പറഞ്ഞു സാധ്യതയില്ല, പറ. അത് തുറന്നു. എന്തോ പ്രത്യേകത. തുറക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ തുറന്നിരിക്കും. ദൈവം നമ്മളോട് പറയുക, ഇന്ന് പറയണം പ്രിയമുള്ളവരെ, എഫദയുടെ ശക്തി എന്തെന്ന് നമ്മൾ തിരിച്ചറിയാൻ പോവുക. ഞാനൊരു കാര്യം, അന്ന് അവിടെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഇടപെട്ടതാണെങ്കിലും നിയോഗത്തിൽ ഞാനൊരു കാര്യം പറയാം. അവിടെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നത് 10-ാം തീയതി, 11-ാം തീയതി പ്രാർത്ഥന ആരംഭിച്ചു. ദൈവാത്മാവ് സംസാരിച്ചൊരു ഡേറ്റ് ജൂൺ മാസം 19-ാം തീയതി. അത് പറയാൻ കാരണം, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ലൂക്കോസിനോട് പറയുക, സെക്കരിയാവിനോട് പറയുക, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. എൻ്റെ പ്രിയരോട് ഞാൻ പറഞ്ഞോട്ടെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി, പക്ഷെ അത് കാണുന്നില്ല. പക്ഷേ അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. 23-ാമത്തെ വാക്യം, അവൻ ശുശ്രൂഷാകാലം തികച്ച് വീട്ടിലേക്ക് പോയ ശേഷം, ചിലത് അടഞ്ഞ് വീട്ടിലോട്ട് വന്ന ശേഷം, പ്രതീക്ഷകളില്ലാതെ വീട്ടിലോട്ട് വന്ന ശേഷം, ഞാൻ അങ്ങനെ പറയാം, അങ്ങനെ ദൈവാത്മാവ് നിയോഗം നൽകുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ പറയാം, ക്യാൻസൽ ആയ ചില വിഷയങ്ങളുമായി വീട്ടിലോട്ട് വന്നതിന് ശേഷം, നെഗറ്റീവായ ചില റിപ്പോർട്ടുകളായി വീട്ടിലോട്ട് വന്നതിന് ശേഷം, നെഗറ്റീവ് ചിന്താഗതി മാത്രമുള്ള സാധ്യതയില്ലാത്ത വിഷയമായി വീട്ടിലോട്ട് വന്നതിന് ശേഷം, അടുത്ത വാക്ക് 1-ാം അധ്യായം 24-ാമത്തെ വാക്യം, ആ നാളുകൾക്ക് ശേഷം അവൾ പ്രസവിച്ചു. എന്നിട്ട് ഒരു ദൂത് ഞാൻ പറയാം, അതിൻ്റെ താഴെ മച്ചിയായിരുന്ന എലിസബത്ത് പ്രസവിച്ചു. മച്ചിയായിരുന്ന അവൾ ആ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറയുക, ആ വാക്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒരു അടുത്തൊരു ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യം എങ്ങനെയാ, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ഇതേതാ മാസം? 6-ാം മാസം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. എന്തിനാ എണ്ണി? എനിക്ക് മാസം അറിയാത്തത് കൊണ്ടല്ല, ബോധ്യം ഉണ്ടാകണം ഇത് 6-ാം മാസമാണ്. 6-ാം മാസം. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാ. അതിനുശേഷമായിട്ട് അവിടെ കാണുന്ന 59-ാമത്തെ വാക്യം, 8-ാം നാളിൽ അവർ
പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അവിടെ ലോകം പറഞ്ഞു സെക്കരിയാവിൻ്റെ പേര് തന്നെ ഇടണമെന്ന്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ചിന്ത ഇങ്ങനെ അങ്ങ് പോയാൽ മതിയെന്നാണ്. ലോകത്തിൻ്റെ ചിന്ത സെക്കരിയാവിൻ്റെ മകൻ സെക്കരിയാവ് എന്ന് പറഞ്ഞാൽ അവർ ഇട്ടിരുന്ന ചില കാര്യങ്ങൾ. എന്നാൽ അവളുടെ അമ്മ വന്ന് പറയുക എന്ത് ചെയ്യണം, അതിന് 59 ലാസ്റ്റ് പറയാം, അവന് സെക്കരിയാവ് എന്ന് പേര് വിളിക്കുവാൻ ഭാവിച്ചു. ആരാ ഭാവിച്ചേ? ചിലർ ഭാവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കത്തുള്ളെന്ന്, നമ്മുടെ ജീവിതം ഇങ്ങനെ പോകത്തുള്ളെന്ന്. ഇതെനിക്കിവിടെ പറയേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോടും ആത്മാവിലെ ഡിക്ലറേഷനായിട്ട് പറയുമ്പോൾ ഇത് 6-ാം മാസം എന്ന് അവിടെ പറഞ്ഞൊരു ഡേറ്റ് പറയുന്നുവെങ്കിൽ ആ ഡേറ്റ് എന്തിനാ പറഞ്ഞെന്നുള്ള കാര്യം പറയാൻ പോകുന്നത്. അവിടെ പറയുക അവന് സെക്കരിയാവ് എന്ന പേര് വിളിക്കുവാൻ ഭാവിച്ചു. ചില ഭാവങ്ങൾ മാറാൻ പോകുകയെന്ന്. ചിലർ നിന്നെക്കുറിച്ച് ഭാവിച്ചത് മാറാൻ പോകുകയെന്ന്. നിന്റെ കുടുംബത്തെക്കുറിച്ച് ആമേൻ പറഞ്ഞത് ഭാവിച്ചത് മാറാൻ പോവുകയെന്ന്. എന്താ ഇത്ര ഉറപ്പ്? അവൻ്റെ അമ്മ പറയുക അങ്ങനെയല്ല, യോഹന്നാൻ എന്ന പേരിടണം. എന്താ പ്രത്യേകത? അപ്പോൾ 61-ാമത്തെ വാക്യത്തിൽ നാട്ടുകാർ പറയുക നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരും ഇല്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം, ആമേൻ പറഞ്ഞത് പേരുള്ളവർ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ലോകമിട്ട പേരല്ല നമ്മുടെ കുടുംബത്തിൽ വരുന്നത്. ലോകമിട്ടിരിക്കുന്ന ഭാവമല്ല നമ്മുടെ കുടുംബത്തിന് വരുന്നത്. അതിനുശേഷമായിട്ട് ഞാൻ പറയുന്ന ഇനിയുള്ള കാര്യം ശ്രദ്ധിച്ചോ. ആമേൻ ശ്രമിച്ചിരുന്നു. അവിടെ 64-ാമത്തെ വാക്യം, ഉടനെ അവൻ്റെ വായും നാവും തുറന്നു, അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു, ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. അടുത്ത വാക്ക്, കേട്ടവർ ഒക്കെയും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. അവിടെ ഒരു സന്തോഷമുണ്ടായി. അങ്ങനെയെങ്കിൽ 8-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആമേൻ ചെയ്യുന്നു 6-ാം മാസം ആ ഒരു വാക്യത്തെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞാൽ ആമേൻ 11 തൊട്ട് 8 വരെയുള്ള, ഞാൻ ഈ കാര്യം ചുമ്മാ പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യമില്ല, ഇത് റെക്കോർഡായിട്ട് ഇടുന്നൊരു കാര്യം കൂടിയാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തിൽ ഞാനൊരു കാര്യം കൈമാറാം. ആമേൻ ചെയ്യുന്നു 6-ാം മാസം 11-ാം തീയതി ദൈവാത്മാവ് 8-ാം നാളിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുവെങ്കിൽ ആമേൻ ജൂൺ മാസം 19-ാം തീയതിക്കുള്ളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് അസാധാരണമായ ചില ദൈവിക പ്രവൃത്തികൾ നടക്കുമ്പോൾ ചില ഭാവങ്ങൾ മാറും. ഇന്ന് രാത്രികാലം വേറെ ഉള്ളവർ അടിസ്ഥാനം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയും. എൻ്റെ വേര് ഉറച്ചത് ക്രിസ്തുവിലാണ്, എൻ്റെ അടിസ്ഥാനം ഉറച്ചത് ക്രിസ്തുവിലാണെങ്കിൽ ആ ഡേറ്റിനെ കൺഫർമേഷനായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ എന്നാൽ അതിൻ്റെ 80-ാമത്തെ വാക്യം, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രയേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. എന്തിനാ മരുഭൂമി കൊണ്ടുപോയത്? വേര് മുളപ്പിക്കാൻ, അടിസ്ഥാനം ഇടാൻ. മനസ്സിലാകുന്നുണ്ടോ? ചില അടിസ്ഥാനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് മരുഭൂമിയിൽ ഇട്ടേക്കുന്നത്. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ചില ഭാവങ്ങളുടെ മധ്യേ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും. ഞാൻ ഈ ക്ലാസ്സിനെ ഇവിടെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അടുത്ത ക്ലാസ് നമ്മൾ പുതിയ അധ്യായത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇനി പറയുന്ന ചില കാര്യങ്ങൾ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കണം. എന്താ ആമേൻ ചെയ്യുന്നു? ഇന്ന് ഈ ഒരു ബൈബിൾ സ്റ്റഡിയുടെ അവസാന ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ എൻ്റെ അടിസ്ഥാനം ഇന്ന് ഉറയ്ക്കട്ടെ, എൻ്റെ മുന്നിൽ ചില എഫതകൾ തുറന്നു വരട്ടെ. ആമേൻ ചെയ്യുന്നു. അത് ഞാൻ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായിട്ട് വ്യാപരിക്കുന്ന ദൈവശക്തി നിമിത്തമാണ് എന്നൊരു ബോധ്യമുണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ മിനിറ്റുകളിൽ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ ഇതൊരു ക്ലാസ്സാണ് എന്നൊരു ബോധ്യമുണ്ടെങ്കിലും ആത്മാവിൻ്റെ നിയോഗത്തിൽ ഞാനൊരു കാര്യം ആമേൻ പറയുകയാണ്. പ്രിയമുള്ളവർ, അല്പസമയം ഒന്ന് ക്യാമറ ഓണാക്കിയിരിക്കണം എന്ന് പറയാൻ കാരണം ആമേൻ സ്തോത്രം ചെയ്യുന്നു, നമ്മൾ ചിന്തിക്കുന്നതിലും ആമേൻ സ്തോത്രം ചെയ്യുന്നു നിനയ്ക്കുന്നതിലും പരമായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇന്ന് കയറുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം വരും, ഞാനൊരു ജാക്കറ്റിൻ്റെ അകത്താണ്. നമുക്കൊരു ബോധ്യം വരും, എൻ്റെ വേര് ആമേൻ ആഴത്തിലോട്ട് ആഴ്ന്നിറങ്ങുകയാണ്. എനിക്കൊരു ബോധ്യം വരും, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ആമേൻ ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, എൻ്റെ അടിസ്ഥാനം ഉറയ്ക്കുകയാണെന്ന്.
ആ അടിസ്ഥാനം അർത്തിമോസിന്റെ ദേവിയിലല്ല. ആ അമേൻസ്വരം ചെയ്യുന്നു. ആ അടിസ്ഥാനം അമേൻസ്വരം ചെയ്യുന്നു അവിടെയുള്ള പട്ടണങ്ങളിലല്ല. ആ അടിസ്ഥാനം അവിടെയുള്ള കെട്ടിടങ്ങളിലല്ല. ആ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ള ഓരോ കുടുംബത്തെ നോക്കി ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ ആലോചന കൈമാറുകയാണ്. നമ്മൾ വീഴത്തില്ല, നമ്മൾ തളരത്തില്ല, നമ്മൾ തലകുനിക്കത്തില്ല, നമ്മൾ നിന്ദിക്കപ്പെടത്തില്ല. ഈ രാത്രികാലം ചില യഫതകൾ തുറക്കുമ്പോൾ ആത്മാവിൽ ആ ഒരു വിഷയത്തെ ഏറ്റെടുക്കുന്ന പ്രിയമുള്ളവരെ വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ ആ യഫത വെളിപ്പെടുന്നത്, എൻ്റെ കുടുംബത്തിനകത്ത് ആ യഫത വെളിപ്പെടുന്നത്, തുറക്കാത്തത് തുറക്കുമ്പോൾ എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാകുമെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറ. ഈ രാത്രികാലം അമേൻസ്വരം ഒരു ബൈബിൾ സ്റ്റഡിയുടെ രൂപേണയല്ല ദൈവാത്മാവിനെ നയിച്ചുകൊണ്ടിരുന്നത് തുടക്കം തൊട്ടിട്ട് അമേൻസ്വരം. എന്നാൽ അമേൻസ്വരം ഈ അവസാന മിനിറ്റുകളിൽ ഞാനൊരു കാര്യം പറയാം. നിമിഷങ്ങളൊന്ന് അന്യഭാഷകളിൽ നിന്ന് ആരാധിച്ച ഏറ്റെടുക്കുക. ഇന്ന് എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് അവിസ്മരണീയമായ രീതിയിൽ ദൈവം ചലിപ്പിക്കുന്ന, ദൈവം ചിലതിനെ തുറക്കുന്ന രാത്രികാലമാണ് എന്ന് ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്ന കുടുംബത്തോട് ഞാൻ പറയുന്നു. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കുന്നത് അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, അത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ നോക്കണ്ട. മറ്റുള്ളവരുടെ വിഷയമല്ല നിങ്ങളുടെ വിഷയം. നിങ്ങളുടെ വിഷയം നിങ്ങളുടെ വേരുകളെ മുറിക്കുന്നതാണെങ്കിൽ, നിങ്ങളുടെ വിഷയം നിങ്ങളുടെ അടിസ്ഥാനത്തെ ഇളക്കുന്നതാണെങ്കിൽ, ആത്മാവിൽ ഞാൻ തുറന്ന് സംസാരിക്കട്ടെ പ്രിയമുള്ളവരെ. ഈ രാത്രികാലം യഫത തുറക്കേണ്ടത് എൻ്റെ ഭവനത്തിനകത്താണ്. അമേൻസ്വരം ചെയ്യുന്നു. അതാ സെക്കരിയാവിൻ്റെ വീട്ടിനകത്ത് തുറന്നത്. ആ നാളുകൾ അവൻ്റെ ശുശ്രൂഷാകാലം തികച്ച ശേഷം അവൻ വീട്ടിലോട്ട് വന്നു. വിടുതൽ നടക്കുന്നത് വീട്ടിനകത്താ. വിടുതൽ നടക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തല്ല. വിടുതൽ നടക്കുന്നത് ആശുപത്രിയിലല്ല. വിടുതൽ നടക്കുന്നത് മുട്ടുമടക്കുന്ന ഭക്തൻ്റെ അമേൻസ്വരം പ്രാർത്ഥനാ മുറിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് വിടുതൽ നടക്കുവാൻ പോകുന്നത് എൻ്റെയും താങ്കളെ കുടുംബത്തിൻ്റെ അകത്താണ്. പറ പ്രിയമുള്ളവരെ, ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അമേൻസ്വരം ചെയ്ത് മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമർപ്പിച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, ദൈവകരങ്ങളിലോട് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ചില വേരുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉറയ്ക്കണം കർത്താവേ. എഫസോസ് പട്ടണത്തിൽ ഉയർന്നു നിന്ന ചില വേരുകളെ അമേൻസ്വരം ചെയ്യുന്നു അറുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് അതിനെ പുതിയൊരു വൃക്ഷമായി കൊണ്ടുപോയി നട്ടപ്പോൾ അത് ഉണങ്ങുന്നത് പോലെ തോന്നി. എന്നാൽ ക്രിസ്തുവിലുള്ള വേരിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അവിടെ പഠിപ്പിച്ചു തരുന്നത് പോലെ അമേൻസ്വരം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതം ഇന്ന് പറഞ്ഞു പോകുന്നത് പോലെ, ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങളെ മറ്റൊരു മേഖലയിലോട്ട് മാറ്റുന്നത് പോലെ, ഒരു മേഖലയിൽ നിന്ന് ഞങ്ങളെ മറ്റൊരു തലത്തോട്ട് കൊണ്ടുപോകുന്നത് പോലെ, ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുമ്പോൾ ചില നെഗറ്റീവ് റിപ്പോർട്ടുകളുമായിട്ട് ഞങ്ങളുടെ വീടിനകത്തിരിക്കുമ്പോൾ ഈ രാത്രികാലം ചില യഫതകൾ തുറന്നു വരട്ടെ. ഈ രാത്രികാലം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ രാത്രികാലം ഞങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അമേൻസ്വരം തലമുറ നശിക്കത്തില്ല, തലമുറ തല ചായ്ക്കത്തില്ല, തലമുറ നിന്ദിക്കപ്പെടത്തില്ല, തലമുറയുടെ ഭാവി അടഞ്ഞു പോകത്തില്ല. നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് നീ ചിന്തിക്കാത്ത രീതിയിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഈ രാത്രികാലം ആത്മാവിൽ ആലോചന വിളിച്ചു പറയുമ്പോൾ പറ, അത് എൻ്റെ വീട്ടിനകത്ത് നടക്കും. ആ നാളുകൾക്ക് ശേഷമായിട്ട് അമേൻസ്വരം ചെയ്യുന്ന അവളുടെ ജീവിതത്തിൽ ആ ഒരു വിടുതൽ നടന്നതുപോലെ ജൂൺ മാസം 19 എന്ന് പറയുന്ന ആ ഡേറ്റിനകത്ത് കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അമേൻസ്വരം അടുത്ത ക്ലാസ്സിന് മുമ്പ് അമേൻസ്വരം നമ്മൾ ചില നല്ല സാക്ഷ്യങ്ങൾ കേൾക്കും. അടുത്ത ക്ലാസ്സിനകത്ത് നമ്മൾ വിളിച്ചു പറയും, എൻ്റെ യേശു വിശ്വസ്തനാണെന്ന്, എൻ്റെ യേശു അമേൻസ്വരം ചെയ്യുന്ന വചനത്തിലൂടെ സംസാരിച്ചുവെന്ന്, എൻ്റെ യേശു എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കഴിവുകളില്ല, വേര് ഇളകിയിട്ടുണ്ട്, അടിസ്ഥാനം കുലുങ്ങിയിട്ടുണ്ട്, ജാക്കറ്റ് ഉണ്ടായിട്ടും ഞങ്ങൾ തകർന്നു പോയപ്പ. ജാക്കറ്റ് ഉണ്ടായിട്ടും ഞങ്ങൾ മുങ്ങിപ്പോയപ്പ. പക്ഷെ ഒന്ന് തിരിച്ചു പിടിക്കണമപ്പ, ഞങ്ങൾക്കൊന്ന് പുറത്തു വരണമപ്പ. ഈ രാത്രിക്കാലം ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങളുടെ അകത്ത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് തുറന്നു വരട്ടെ. അത് ഞങ്ങൾ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതൊരു സാക്ഷ്യമായിട്ട് മാറട്ടെ. വലിയ ചോദ്യങ്ങൾ, വലിയ സംശയങ്ങൾ, വലിയ വേദനകൾ, വലിയ പ്രതികൂലങ്ങൾ, എന്നാൽ അതിനേക്കാൾ വലിയവനായ ദൈവം ഇറങ്ങി വരുന്നതിന് നന്ദി. ക്രിസ്തുവിലുള്ള വേരിനെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള അടിസ്ഥാനത്തെക്കുറിച്ച് ഭക്തനായ പൗലോസിൻ്റെ ആ ജീവിതാനുഭവത്തിൽ നിന്ന് ഞങ്ങളോട് ഇടപെട്ടതിന് നന്ദി. സകല മാനവും മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന്. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ് ആമേൻ അധികം നമ്മൾ മറ്റു വിഷയത്തിലൂടെ പോയില്ല എങ്കിലും 3-4 വാക്യങ്ങളിലൂടെ ദൈവാത്മാവിലൂടെ വിട്ടു. 1, വേര് ഉള്ളവരാകണം. 2, അടിസ്ഥാനമുള്ളവരാകണം. അങ്ങനെയെങ്കിൽ
നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ദൈവം പ്രവർത്തിക്കുമ്പോൾ അതൊരു എഫതയായിട്ട് മാറും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.